1963 ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ദിവസം തൃശൂർ ലൂർദുപള്ളി പരിസരത്ത് അന്ന് നല്ല തിരക്കായിരുന്നു. പള്ളിക്ക് മുന്നിൽ കിടക്കുന്ന റോഡിലൂടെ തെക്കു നിന്ന് ഒരു ഇളനീല അംബാസഡർ കാർ ഇങ്ങനെ പാഞ്ഞു വരുന്നു. ആ കാർ പള്ളിയുടെ തൊട്ടടുത്ത് എത്തിയതും ഒരു ഉന്തുവണ്ടിയുമായി കൂട്ടിയിടിക്കുന്നു. വണ്ടി ഉന്തിക്കൊണ്ടുവന്ന വേലായുധൻ എന്ന തൊഴിലാളി ഇടികൊണ്ട് തെറിച്ച് ദൂരെ പോയി വീഴുന്നു. ഇങ്ങനൊരു അപകടമുണ്ടായിട്ടും ഇടിച്ചിട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ നിൽക്കാതെ ആ കാർ വന്ന വേഗത്തിൽ തന്നെ പുറപ്പെട്ടു പോകുന്നു. പരിക്കേറ്റ വേലായുധനെ ആശുപത്രിയിലേക്ക് കയറ്റിവിട്ട ശേഷം പള്ളിമുറ്റത്ത് കൂടിയെന്ന് ജനം പിന്നെയും ചർച്ച ചെയ്തത് ആ അപകടത്തെപ്പറ്റി തന്നെയായിരുന്നു. ഇടിച്ചിട്ട് നിർത്താതെ പോയത് നീല നിറത്തിലുള്ള ഒരു സ്റ്റേറ്റ് കാറാണ്. സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ കാർ. അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അപ്പോൾ ആ കാറിന്റെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലുണ്ടായിരുന്നത് ആഭ്യന്തരമന്ത്രി സാക്ഷാൽ PT ചാക്കോ തന്നെ ആയിരുന്നു എന്നതാണ്. ആ സ്റ്റേറ്റ് കാർ ലൂർദുപള്ളിക്ക് മുന്നിൽ നിന്ന സെക്കൻഡുകളുടെ ഇടവേളയിൽ കണ്ട കാഴ്ചയുടെ ബലത്തിൽ ജനം പലതും അടക്കം പറഞ്ഞു. ആ കാറിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ധരിച്ച പച്ച സാരി ഉടുത്ത് പൊട്ടുതൊട്ട ഒരു സ്ത്രീ. പൊട്ടുതൊട്ടിട്ടുള്ള സ്ഥിതിക്ക് അതെന്തായാലും മന്ത്രിയുടെ ഭാര്യയല്ല. പള്ളിമുറ്റത്ത് കൂടിയവർ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്നിറങ്ങിയ തൊഴിലാളി എന്ന പത്രത്തിൽ പൊടിപ്പും തൊങ്ങലും സഹിതം അച്ചടിച്ചു വന്നു. രാഷ്ട്രീയമായി PT ചാക്കോയുടെ എതിർചേരിയിൽ നിന്ന് ഫാദർ വടക്കൻ മലനാട് കർഷക യൂണിയൻ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തിയിരുന്ന അവരുടെ മുഖപത്രമായിരുന്നു തൊഴിലാളി. കാർഷിക പരിഷ്കരണ നിയമം പാസാക്കിയതിന്റെ ക്ഷീണത്തിൽ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയാണ് അന്ന് മന്ത്രി PT ചാക്കോ പീച്ചി ഡാമിലെ ഇറിഗേഷൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. ലൂർദുപള്ളിക്ക് മുന്നിൽ വെച്ച് വണ്ടി ഇടിച്ചപ്പോൾ ചാക്കോ നിർത്തിയില്ല എങ്കിലും അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിർത്തി അദ്ദേഹം കാര്യം പറഞ്ഞിരുന്നു. തിരികെ വരുന്ന വഴിക്ക് ആ അപകടത്തിൽ പരിക്കേറ്റ വേലായുധനെ ആശുപത്രിയിൽ കയറിക്കണ്ട് സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു ചാക്കോ. പക്ഷെ എന്നിട്ടും നാട്ടിൽ പിന്നെയും വിവാദങ്ങളുണ്ടായി. ആ അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിന്നത് ആഭ്യന്തരമന്ത്രിയുടെ അന്യസ്ത്രീ ബന്ധം എന്നുള്ള ആക്ഷേപമായിരുന്നു. ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നാട്ടിൽ പ്രശ്നമുണ്ടാക്കി. PT ചാക്കോയുടെ കാറിനുള്ളിലെ പൊട്ടുതൊട്ടവൾ ആരാണ് എന്നൊരു മുദ്രാവാക്യം പോലും അന്ന് CPI ഉയർത്തി. ആ കാർ അപകടവും അതിനെ തുടർന്ന് ഉയർന്നു വന്ന ലൈംഗിക ആരോപണവും നയിച്ചത് PT ചാക്കോയുടെ രാജിയിലേക്കും രാഷ്ട്രീയ വനവാസത്തിലേക്കും ഒടുവിൽ അദ്ദേഹത്തിന്റെ അകാല മരണത്തിലേക്കുമായിരുന്നു. ഇങ്ങനെയൊരു ലൈംഗിക ആരോപണം ഉയർന്നു വന്ന കാലത്തെ മാനസിക സമ്മർദ്ദങ്ങളാണ് അന്ന് ചാക്കോയെ മരണത്തിലേക്ക് നയിച്ചത് എന്നും കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ സീനിയർ നേതാവായ ചാക്കോയോട് അന്ന് കാണിച്ചത് അനീതിയാണ് എന്നും ആരോപിച്ച് ചാക്കോ ഗ്രൂപ്പിലെ 15 MLA-മാർ അന്ന് സഭയിൽ വേറെ ഗ്രൂപ്പായി മാറിയിരുന്നു കൊണ്ട് തങ്ങളുടെ അതൃപ്തി അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പ്രാദേശിക പിളർപ്പുകളിലൊന്ന്. 1964 സെപ്റ്റംബർ 2-ന് PK കുഞ്ഞു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ഈ വിമതർ അനുകൂലിക്കുന്നു. ആ അവിശ്വാസം പാസ്സാകുന്നു. ശങ്കർ മന്ത്രിസഭ താഴെ പോകുന്നു. കോൺഗ്രസിലെ ഈ പടലപ്പിണക്കങ്ങൾ നയിച്ചത് പിളർപ്പിലേക്കും കേരള കോൺഗ്രസ് എന്ന പുതിയൊരു പാർട്ടിയുടെ ഉദയത്തിലേക്കുമായിരുന്നു. അന്ന് ആ ലൂർദുപള്ളിയിലെ തിരുനാൾ ദിവസം PT ചാക്കോ സ്വന്തമായി കാറോടിച്ചു എന്ന് ആ പിടിവണ്ടിയിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ മുൻസീറ്റിലിരുന്ന ആ സ്ത്രീയുടെ പേരും പറഞ്ഞുകൊണ്ട് അഖണ്ഡ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ PT ചാക്കോ തൻ്റെ 49-ാം വയസ്സിൽ ഹൃദയം പൊട്ടി മരിക്കില്ലായിരുന്നു. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി തന്നെ ഉണ്ടാവില്ലായിരുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ തലവര പോലും ചിലപ്പോൾ ഇന്നു കാണുന്നതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിരുന്നേനെ. 1964-ൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നെടുകെ പിളർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എന്ന പുതിയൊരു പാർട്ടി പിറന്നു വീണതിന് പിന്നിലെ ഏറെ നാടകീയമായ സാഹചര്യങ്ങളുടെ കഥ. പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയെന്ന് നേതാക്കൾ തന്നെ ഊറ്റം കൊണ്ട കേരള കോൺഗ്രസ് ഇന്നുവരെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ തിരനാടകങ്ങളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. 1957 ഏപ്രിൽ 5-നാണ് കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത്. അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നോളമുള്ള നയപരിപാടികൾ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുമോ എന്ന ഭയം സമ്പന്നരായ സവർണർക്കിടയിലും യാഥാസ്ഥിതികർക്കിടയിലും വളർന്നു വന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് അന്നുവരെ നാടക സ്റ്റേജുകളിലും പാർട്ടി യോഗങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ വാഗ്ദാനം ചെയ്ത ഭൂവ്യവസ്ഥ പ്രാവർത്തികമാകുമോ എന്ന് പലരും ആശങ്ക പൂണ്ടു. ഈ മന്ത്രിസഭയുടെ ആദ്യ അജണ്ടകളിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തിന്റെ സമൂല പരിഷ്കരണമായിരുന്നു.
വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാസ്റ്റർ സഭയിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ അന്ന് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുടെ കുത്തകാവകാശമുണ്ടായിരുന്ന ക്രൈസ്തവ നായർ പ്രമാണിമാരുടെ അധികാര അവകാശങ്ങൾക്ക് മൂക്കുകയറിടുന്ന ഒന്നായിരുന്നു. അതിനു പിന്നാലെ റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ ഭൂനയ ബില്ല് കൂടി സഭയിൽ അവതരിപ്പിച്ചതോടെ കേരളത്തിൽ കണക്കില്ലാത്ത ഭൂമി കൈവശം വെച്ചിരുന്ന നായർ ക്രിസ്ത്യൻ ലോബികൾ ഇടഞ്ഞു. സ്വതവേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്ന അന്നത്തെ ക്രൈസ്തവ പൗരോഹിത്യ പ്രമാണി ലോബികളുടെ പ്രതിഷേധങ്ങൾ ഒടുവിൽ ചെന്ന് കലാശിക്കുന്നത് വിമോചന സമരം എന്ന തുറന്ന യുദ്ധത്തിലാണ്. സർക്കാർ നയങ്ങൾക്കെതിരായ പോരാട്ടമായിട്ടാണ് വിമോചന സമരം ആരംഭിക്കുന്നതെങ്കിലും പലപ്പോഴും അത് വ്യക്തിഹത്യയിലേക്ക് നീങ്ങി. മുണ്ടശ്ശേരിയുടെ മണ്ടയിലെന്താ ചകിരിച്ചോറോ ചാരായമോ, വാടി ഗൗരി ചായകുടി, ചാരിയിരുന്നൊരു ബീഡി വലി, അരി ചോദിച്ചാൽ ബബ്ബബ, തുണി ചോദിച്ചാൽ ബബ്ബബ എന്നിങ്ങനെയുള്ള അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ പലതും അന്ന് ഉയർന്നു കേട്ടു. ഗവൺമെന്റിനെതിരെയുള്ള വിമോചന സമരം എന്ന രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് അന്ന് വിദേശ രാജ്യങ്ങളുടെ വരെ പിന്തുണ കിട്ടി. വിമോചന സമരത്തിന്റെ മുന്നണി മാധ്യമമായിട്ടുള്ള ദീപികയ്ക്ക് $1000 പ്രതിഫലമായി ലഭിച്ചുവെന്ന് എഡിറ്റർ NV ജോസഫിനെ ഉദ്ധരിച്ചുകൊണ്ട് കേരള കോൺഗ്രസിന്റെ സ്ഥാപന ചരിത്രം എന്നതിന്റെ പുസ്തകത്തിൽ ജോസഫ് പുലിക്കുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വിമോചന സമരത്തിന്റെ അന്ത്യത്തിൽ 1959 ജൂലൈ 31 EMS മന്ത്രിസഭയെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പിരിച്ചുവിടുന്നു. കേരളം രാഷ്ട്രപതി ഭരണത്തിലാവുന്നു. 1960 നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്നത് പരാജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഫലം വന്നപ്പോൾ കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് എന്നിവയുടെ സഖ്യ സർക്കാർ രൂപീകൃതമായി. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പ്രമുഖ പാർട്ടി കോൺഗ്രസ് ആയിരുന്നുവെങ്കിലും തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ R ശങ്കറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോ ഈ മന്ത്രിസഭയിൽ ആഭ്യന്തരം, റവന്യൂ, വൈദ്യുതി, നിയമം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി പട്ടം താണ്ടുപിള്ളയും കോൺഗ്രസ് മന്ത്രിമാരും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു. കോൺഗ്രസ് മന്ത്രിമാർ പാർട്ടി നേതൃത്വത്തോട് പരാതിപ്പെടുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇടപെട്ട് പട്ടത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം മനസ്സിലാ മനസ്സോടെ അതിന് തയ്യാറാവുകയും ചെയ്യുന്നു. തുടർന്ന് R ശങ്കർ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് PSP മന്ത്രിമാർ അന്ന് രാജിവെക്കുന്നു. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതോടെ 3 പാർട്ടികളുടെ സഖ്യം കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണമായിട്ട് മാറി. എന്നാൽ കോൺഗ്രസ് പാളയത്തിലും പടലപ്പിണക്കങ്ങൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായരുടെ ഒരു ഗ്രൂപ്പും PT ചാക്കോയും R ശങ്കറും നേതൃത്വം നൽകിയ എതിർ ഗ്രൂപ്പും തമ്മിലായിരുന്നു പ്രധാന സംഘർഷം. KP ഗോവിന്ദൻ നായർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശങ്കർ ചാക്കോ ഗ്രൂപ്പിലെ MC ചാക്കോയെ CKG ഗ്രൂപ്പിലെ KP മാധവൻ നായർ പരാജയപ്പെടുത്തിയത് ഈ തൊഴുത്തിൽ കൂത്തിനെ അന്ന് പരസ്യമാക്കി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും ശങ്കർ ചാക്കോ അച്ചുതണ്ട് പാർട്ടിക്ക് അതീതമായി സർക്കാരിനെ നിയന്ത്രിച്ചുകൊണ്ട് തുടർന്നു പോയി. റവന്യൂ മന്ത്രി എന്ന നിലയിൽ PT ചാക്കോ ഭൂപരിഷ്കരണ നിയമം ഭേദഗതികളോടെ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ചു. ചാക്കോയുടെ ഈ നടപടി ഭൂസ്വാമിമാരെയും സ്ഥാപിത താൽപ്പര്യക്കാരെയും അസ്വസ്ഥരാക്കി. കോൺഗ്രസിലെ കരുത്തനും ഭരണനിർവഹണത്തിൽ അഴിമതിക്ക് അതീതനായി പ്രവർത്തിച്ചിരുന്നവനുമായ PT ചാക്കോയെ രാഷ്ട്രീയമായിട്ട് എതിർക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പൊതുവെ കത്തോലിക്ക പക്ഷത്തിന് അനഭിമതനായിരുന്നുവെങ്കിലും PT ചാക്കോയ്ക്ക് മധ്യ തിരുവിതാംകൂറുകാരായിട്ടുള്ള സാധാരണ ക്രൈസ്തവർക്കിടയിൽ അതിശക്തമായ രാഷ്ട്രീയ അടിത്തറ ഉണ്ടായിരുന്നു. സഭാധികാരം പൊതുവെ ചാക്കോയെ മാനസികമായി എതിർത്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി നേതാവായിരുന്ന ഫാദർ വടക്കന് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്ത PT ചാക്കോയുടെ കടുത്ത വൈരമുണ്ടായിരുന്നു. പുരോഹിതർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് PT ചാക്കോ തിരുനക്കര മൈതാനിയിൽ പ്രസംഗിച്ചതും ഫാദർ വടക്കനെ വല്ലാതെ ക്ഷോഭിപ്പിച്ചിരുന്നു. ഗവൺമെന്റിനെതിരെ, വിശേഷിച്ച് PT ചാക്കോയ്ക്കെതിരെ കയ്യിൽ കിട്ടിയ എല്ലാ വടികളും എടുത്തു പ്രയോഗിക്കാൻ ഫാദർ വടക്കൻ തുനിഞ്ഞിറങ്ങിയ സമയത്താണ് ചാക്കോയുടെ ദൗർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, നമ്മൾ ഈ ലക്കത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച PC സംഭവം ഉണ്ടാവുന്നത്. ചാക്കോ വിമർശകനായ ഫാദർ വടക്കന്റെ തൊഴിലാളി പത്രം സ്വാഭാവികമായിട്ടും ഈ സംഭവം ദിവസങ്ങളോളം വെണ്ടയ്ക്ക തലക്കെട്ടുകൾ നിരത്തി ആഘോഷിച്ചു. ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നോണം PT ചാക്കോ തന്റെ ഭാര്യയെ വാഴൂരിൽ നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് അപകടത്തിൽപ്പെട്ട അതേ നീല സ്റ്റേറ്റ് കാറിൽ നഗരപ്രദക്ഷിണം നടത്തി. അതിനിടെ KPCC എക്സിക്യൂട്ടീവ് അംഗമായ പത്മം മിസ് മേനോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അന്ന് ഒരു വെളിപ്പെടുത്തൽ. അന്ന് ആ സ്റ്റേറ്റ് കാറിലുണ്ടായിരുന്ന സ്ത്രീ താനാണ് എന്നും അന്ന് PT ചാക്കോ തനിക്ക് തൃശ്ശൂർ വരെ ലിഫ്റ്റ് തന്നതായിരുന്നു എന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും ഈ സംഭവത്തെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ ചാക്കോയെ കെണിയിൽ വീഴ്ത്താൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പലരും വിശ്വസിച്ചു. PT ചാക്കോ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യന് യഥാർത്ഥ അഗ്നിപരീക്ഷ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനൊരു കാറപകടം നടന്ന് 1.5 മാസത്തിന് ശേഷം 1964 ജനുവരി 28 വീണ്ടും കേരള നിയമസഭ സമ്മേളിക്കുന്നു.
സഭ വീണ്ടും കൂടിയപ്പോൾ പീച്ചി സംഭവം മുഖ്യ അജണ്ടയായി സെറ്റ് ചെയ്യുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു. ചാക്കോയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കോൺഗ്രസിലെ പല വിശ്വസ്തരും കമ്മ്യൂണിസ്റ്റുകാരുടെ നീക്കങ്ങൾക്ക് ഒളിഞ്ഞും മറഞ്ഞും പിന്തുണ നൽകി. അസംബ്ലിയിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അന്ന് ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോ നടത്തിയ മറുപടി പ്രസംഗം യുക്തിയിലും സാഹിത്യ ഭംഗിയിലും കിടയറ്റതായിരുന്നു. എന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ പ്രതിപക്ഷം മുട്ടിന് ചാക്കോയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രതിപക്ഷവും ചാക്കോയുടെ കോൺഗ്രസിലുള്ള എതിരാളികളും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ആർ ശങ്കർ ആദ്യം ആഭ്യന്തരമന്ത്രി ഒരു നിസ്സാര കാര്യത്തിന് രാജിവെക്കേണ്ടതില്ല എന്ന് വാദിച്ചു. എന്നാൽ കെ പി മാധവൻ നായർ രഹസ്യമായി ചാക്കോയുടെ രാജിയെ പിന്തുണച്ചു. ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തുള്ള പെരിന്തൽമണ്ണ MLA EP ഗോപാലൻ ചാക്കോയെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മോട്ടോർ വാഹന നിയമവും ഇന്ത്യൻ പീനൽ കോഡും വ്യഭിചാര നിരോധന നിയമവും ഒന്നിച്ച് ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെക്കേണ്ട ഒരു പ്രതിയാണോ ഇവിടെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് സഭയിൽ മറുപടി പറയേണ്ടത് എന്നായിരുന്നു ചാക്കോയുടെ നെഞ്ചത്ത് കത്തികുത്തി ഇറക്കും പോലെയുള്ള ഗോപാലന്റെ ചോദ്യം. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മാടായിൽ നിന്നുള്ള കോൺഗ്രസ് MLA പ്രഹ്ലാദൻ ഗോപാലൻ അടുത്ത വെടിപൊട്ടിച്ചു. ഒരു അനാശാസ്യ മന്ത്രി തുടരുന്നുണ്ടെങ്കിൽ നന്ദി പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അതിനാടകീയമായ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹം അസംബ്ലിക്ക് പുറത്ത് നിരാഹാര സമരവും ആരംഭിച്ചു. മഹാത്മാഗാന്ധി തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനാശാസ്യത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ടു എന്നായിരുന്നു പ്രഹ്ലാദൻ ഗോപാലന്റെ അവകാശവാദം. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രഹ്ലാദൻ ഗോപാലൻ സത്യാഗ്രഹം അവസാനിപ്പിച്ചുവെങ്കിലും കോൺഗ്രസിലെ മറുവിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും ചാക്കോയ്ക്കെതിരെ വീണ്ടും നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ചാക്കോയും ശങ്കറിനെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്ര ഒരുമിച്ചായിരുന്നുവെങ്കിലും ശങ്കറും ചാക്കോയും മടങ്ങി വന്നത് ഭിന്നിച്ചുകൊണ്ടാണ്. ചാക്കോ ആഭ്യന്തരമന്ത്രി പദം ഒഴിയണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നും അത് ശങ്കർ അംഗീകരിച്ചുവെന്നും കിംവദന്തി പരന്നു. ഈ വിഷയം ചാക്കോയുടെ കാതിലെത്തിയതോടെ ഏറെ വൈകാരികമായിട്ടാണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയപ്പോൾ പത്രപ്രതിനിധികൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. ചോദ്യങ്ങൾക്ക് ചാക്കോയുടെ ആദ്യത്തെ പ്രതികരണം നോ കമന്റ്സ് എന്നായിരുന്നു. എന്നാൽ കുറച്ചു മുന്നോട്ട് നടന്ന് തിരികെ വന്ന് ശങ്കറിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് PT ചാക്കോ പ്രതികരിച്ചു. വിചാരത്തെക്കാൾ വികാരമായിരുന്നിരിക്കാം അപ്പോൾ അദ്ദേഹത്തെ നയിച്ചത്. മന്ത്രിസ്ഥാനം നഷ്ടമായി എന്നതിനേക്കാൾ അത്രയും കാലം ഒരു സഹോദരനെ പോലെ കരുതി കൂടെ നിർത്തിയ ആർ ശങ്കർ തന്നെ ഒറ്റുകൊടുത്തു എന്നതായിരുന്നു ചാക്കോയുടെ സങ്കടം. ഒടുവിൽ 1964 ഫെബ്രുവരി 20 PT ചാക്കോ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. മന്ത്രിയായ ചാക്കോയേക്കാൾ അതിശക്തനായിരുന്നു രാജിവെച്ച ചാക്കോ. ചാക്കോയ്ക്ക് വേണ്ടി നാടുനീളെ സംഘടിപ്പിക്കപ്പെട്ട അനവധി സ്വീകരണ യോഗങ്ങളിലേക്ക് ആയിരക്കണക്കിന് അണികൾ അന്ന് ഒഴുകിയെത്തി. ചാക്കോയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയവരിൽ പ്രമുഖൻ മന്നത്തു പത്മനാഭനായിരുന്നു. അദ്ദേഹം ചാക്കോയ്ക്ക് വേണ്ടി പ്രസംഗങ്ങൾ നടത്തി. ഇത് പക്ഷേ ശങ്കറിനെ കൂടുതൽ ചൊടിപ്പിച്ചു. തന്റെ ഈഴവജാതിയാണ് തനിക്കെതിരായ എതിർപ്പിന്റെ കാരണമെന്ന് ശങ്കർ പരസ്യമായിട്ട് ആരോപിച്ചപ്പോൾ ചാക്കോ അതിനെ നിശിതമായി വിമർശിച്ചു. മാർച്ച് 4 നിങ്ങളുടെ നെടുന്തൂണുകളിലൊന്നും പോയില്ലേ എന്ന് ചോദിച്ച പത്രലേഖകരോട് ചേർത്തലക്കാരന്റെ മന്തു പോയതുപോലെയേ ഉള്ളൂ എന്നാണ് ശങ്കർ മറുപടി പറഞ്ഞത്. ഈ പ്രസ്താവന ചാക്കോയെ പ്രകോപിപ്പിച്ചു. അന്ന് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ചാക്കോ കോട്ടയത്ത് നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞ വാക്കുകൾ കാൽനൂറ്റാണ്ട് എന്നതിന്റെ പുസ്തകത്തിൽ ചെറിയാൻ ഫിലിപ്പ് ഓർത്തെടുക്കുന്നുണ്ട്. ശങ്കർ മന്തുകാലിന് തൊഴിയേൽക്കേണ്ടി വരും. തൊഴി കൊണ്ടാൽ ശങ്കർ തറയിലാകും. ഞാൻ ആരെയും തൊഴിച്ചിട്ടില്ല. ശങ്കർ കോൺഗ്രസിനെ തൊഴിച്ച് ഭരണം നടത്തുകയാണ് എന്നാണ് അന്ന് PT ചാക്കോ പറഞ്ഞത്. അതിനിടയ്ക്ക് അന്ന് കോട്ടയം DCC പ്രസിഡന്റായിരുന്ന മാത്തച്ചൻ കുരുനാക്കുന്നേലിന്റെ 50ാം പിറന്നാളിനോടനുബന്ധിച്ച് ചാക്കോയുടെ വാഴൂരിലെ വസതിയിൽ വെച്ച് ഒരു സുഹൃത്ത് സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടി. ആ പിറന്നാൾ ഒരു നിമിത്തം മാത്രമായിരുന്നു. സത്യത്തിൽ കോൺഗ്രസിൽ തൻ്റെ കൂടെ നിൽക്കാൻ ഇടയുള്ളവരെ വിളിച്ചുകൂട്ടി ഭാവി പരിപാടികൾ അറിയിക്കാനും അവ ആസൂത്രണം ചെയ്യാനുമായിരുന്നു ആ യോഗം. 85ഓളം നേതാക്കൾ അന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചാക്കോ ഗ്രൂപ്പിലെ MLA-മാരുടെ പിന്തുണയോടെ മന്ത്രിസഭയെ വലിച്ചു താഴെയിടാം എന്നൊരു അഭിപ്രായം ചിലർ പറഞ്ഞു. എന്നാൽ ഏറ്റവും അവസാനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ PT ചാക്കോ ആ അഭിപ്രായത്തോടുള്ള തന്റെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയോ മറ്റൊരു സംഘടന ഉണ്ടാക്കുകയോ ചെയ്യുക എന്നത് അന്ന് മുറിവേറ്റവനായിരുന്നുവെങ്കിലും PT ചാക്കോയുടെ സ്വപ്നങ്ങളുടെ വിദൂര ചക്രവാളങ്ങളിൽ പോലും ഇല്ലായിരുന്നു. വാഴൂരിൽ നടന്ന ആ യോഗത്തിന് പിന്നാലെ ആയിരുന്നു KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള KP മാധവൻ നായരുടെ പടിയിറക്കം. സംഘടനയിൽ ഒരു ബലാബല പരീക്ഷണത്തിന് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉതകുമെന്ന് PT ചാക്കോയ്ക്ക് മനസ്സിലായി. അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. CKG ശങ്കർ ഗ്രൂപ്പുകളുടെ നോമിനിയായി KC എബ്രഹാം രംഗത്ത് വന്നു.
ജോർജ് ജോസഫ് പൊടിപാറ, MC ചാക്കോ മുണ്ടങ്കൽ തുടങ്ങിയ അടുത്ത അനുയായികൾ ഈ നിർണായക ഘട്ടത്തിൽ PT ചാക്കോയെ ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടി. ഈ തെരഞ്ഞെടുപ്പിൽ താൻ തോൽക്കാനിടയുണ്ട് എന്ന് ചാക്കോയ്ക്കും അപ്പോൾ നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഞാൻ വിജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്, എത്ര പേർ എന്നോടൊപ്പം ഉണ്ട് എന്നൊരു കണക്കെടുക്കാൻ വേണ്ടിയാണിത്, അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനെന്ന് ചാക്കോ അന്ന് തന്റെ അടുപ്പക്കാരിൽ ചിലരോട് പറയുന്നുണ്ട്. ജൂൺ 14 തീയതി ആയിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ്. ഫലം വന്നപ്പോൾ എബ്രഹാമിന് 112 വോട്ടും ചാക്കോയ്ക്ക് 70 വോട്ടുമാണ് കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എങ്കിലും സംഘടനയിൽ തനിക്കുള്ള സ്വാധീനം തിരിച്ചറിയാൻ PT ചാക്കോയ്ക്ക് കഴിഞ്ഞു. മൊയ്തു മൗലവി സാഹബ് അടക്കമുള്ള മലബാറിലെ പല കോൺഗ്രസ് നേതാക്കളും അന്ന് PT ചാക്കോയ്ക്കൊപ്പം അടിയുറച്ചു നിന്നു. പാർലമെന്ററി പാർട്ടിയിലെ 25ഓളം MLA-മാർ തനിക്കൊപ്പമുണ്ട് എന്ന് ചാക്കോ തിരിച്ചറിയുകയും ചെയ്തു. ആ തിരിച്ചറിവിന്റെ ബലത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു കുതിപ്പിന് അദ്ദേഹം തയ്യാറെടുത്തു. പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു വന്ന സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം അതിനിടെ PT ചാക്കോയ്ക്ക് വലിയ കടബാധ്യതകൾ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കടം. അത് തീർക്കാൻ വേണ്ടി PT ചാക്കോ എന്ന കൃതഹസ്ഥനായിട്ടുള്ള അഭിഭാഷകൻ വീണ്ടും തന്റെ കറുത്ത ഗൗൺ ധരിച്ച് കോടതി മുറികളിലേക്ക് വ്യവഹാരത്തിന് ഇറങ്ങി പുറപ്പെട്ടു. 1964 ഓഗസ്റ്റ് 1 തീയതി ഏതോ കൊലക്കേസ് സംബന്ധിച്ച് സംഭവസ്ഥലം സന്ദർശിക്കുന്നതിനു വേണ്ടി കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് കാവിലുംപാറയിൽ എത്തിയതായിരുന്നു അഡ്വക്കേറ്റ് PT ചാക്കോ. അവിടെ വെച്ചുണ്ടായ കടുത്ത ഹൃദയാഘാതം ചാക്കോയുടെ പ്രാണൻ അപഹരിക്കുന്നു. തന്റെ 49ാം വയസ്സിലെ PT ചാക്കോ എന്ന അതികായന്റെ അകാല നിര്യാണം ചാക്കോ അനുകൂലികളുടെ മനസ്സിനെ പിടിച്ചുലച്ചു. അതോടൊപ്പം ചാക്കോയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തോടുള്ള അനാദരവായിട്ട് കണക്കാക്കപ്പെട്ട ചില സംഭവങ്ങൾ കൂടി നടന്നത് കൂടുതൽ അതൃപ്തിക്ക് കാരണമായി. അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിന് പകരം കറുത്ത തുണി കെട്ടിയ ഒരു പോലീസ് വാനിലാണ് കൊണ്ടുപോയത്. ഈ സംഭവത്തോടെ ചാക്കോ അണികളുടെ രോഷം അണപൊട്ടി. നിരുദ്ധകണ്ഠരായി അവർ അന്ന് ഉറക്കെ വിളിച്ച മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവുകളിൽ അലയടിച്ചു. ശങ്കരെ നേതാവാക്കിയ ചാക്കോ ചങ്കുപൊട്ടി മരിച്ചപ്പോൾ സങ്കടമുള്ളവർ കാണാതെ ശവം മറയ്ക്കാൻ നോക്കിയില്ലേ, ആർ ശങ്കരെ കൊലയാളി, പകരം ഞങ്ങൾ ചോദിക്കും എന്നായിരുന്നു ആ മുദ്രാവാക്യമെന്ന് ജോർജ് പുളിക്കൻ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നതിന്റെ പുസ്തകത്തിൽ എടുത്തെഴുതുന്നുണ്ട്. സഭാംഗങ്ങളിൽ ഒരാളുടെ മരണമുണ്ടാകുമ്പോൾ നിയമസഭ അഡ്ജേൺ ചെയ്യുന്ന പതിവുണ്ട്. ആഭ്യന്തരമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സുദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള PT ചാക്കോയുടെ മരണത്തിൽ അതുണ്ടായില്ല. എന്തിന് വേണ്ട വിധത്തിൽ അനുശോചനം അർപ്പിക്കുക പോലും അന്നുണ്ടാവുന്നില്ല. സ്പീക്കർ ഒരു ചെറിയ പരാമർശം മാത്രം നടത്തുകയാണ് അന്നുണ്ടായത്. ഇത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, പ്രതിപക്ഷ നേതാവ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗം, മന്ത്രി എന്ന നിലകളിൽ സേവനമനുഷ്ഠിച്ച ഒരു വിശിഷ്ട രാഷ്ട്രീയ നേതാവിനോടുള്ള ഗുരുതരമായ അനാദരവായിട്ട് അദ്ദേഹത്തിന് അണികൾക്ക് അന്ന് തോന്നി. ചാക്കോ അനുകൂലികളായിട്ടുള്ള 15 സഭാംഗങ്ങൾ തങ്ങളെ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകി. അദ്ദേഹം അത് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം 1964 സെപ്റ്റംബർ 2 PK കുഞ്ഞ് MLA ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായി ഒരു അവിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു. ഈ അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ചാക്കോ പക്ഷത്തെ 15 MLA-മാരും തങ്ങളുടെ ചൊരുക്ക് പ്രകടിപ്പിക്കേണ്ട ഒരു അവസരമായി അതിനെ കണ്ടു. ചാക്കോ പക്ഷം ഈ പ്രമേയത്തെ അനുകൂലിച്ചതോടെ അന്ന് ഈ അവിശ്വാസം പാസ്സാകുന്നു. ശങ്കർ മന്ത്രിസഭ താഴെ പോകുന്നു. KM ജോർജ്, R ബാലകൃഷ്ണപിള്ള, CA മാത്യു, വയല ഇടിക്കുള, തോമസ് ജോൺ, P ചാക്കോ, കുസുമൻ ജോസഫ്, R രാഘവ മേനോൻ, T കൃഷ്ണൻ, ധർമ്മരാജ അയ്യർ, KR സരസ്വതി അമ്മ, MA ആന്റണി, N ബാലകൃഷ്ണൻ നായർ, K നാരായണക്കുറുപ്പ്, രവീന്ദ്രനാഥ് എന്നിവരായിരുന്നു ഈ 15 പേർ. KPCC മെമ്പർ എന്ന നിലയ്ക്ക് ജോസഫ് പുലിക്കുന്നേലും ഇവരെ പിന്തുണച്ചുകൊണ്ട് പത്രങ്ങളിൽ പ്രസ്താവന നൽകി. അദ്ദേഹത്തെയും ഉടനടി KPCC പുറത്താക്കി. ചാക്കോ പക്ഷത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തുടർന്നും നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. 1964 സെപ്റ്റംബർ 2 തീയതിയാണ് അവിശ്വാസ പ്രമേയത്തിൽ ശങ്കർ സർക്കാർ താഴെ പോകുന്നത്. സാധാരണഗതിക്ക് ആ നിയമസഭയുടെ കാലാവധി ജനുവരിയിൽ അവസാനിക്കേണ്ടതാണ്. 65 ഫെബ്രുവരി മാസം തെരഞ്ഞെടുപ്പ് നടക്കണം. 65-ലെ ഇലക്ഷനുള്ള തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിക്കുന്ന സമയത്ത് CK ഗോവിന്ദൻ നായർ വിഭാഗം CM സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ചാക്കോ വിഭാഗത്തിന് ഈ സമിതിയിൽ 3-4 സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും അവർ അവസാന നിമിഷം R ബാലകൃഷ്ണപിള്ളയെ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ചു. ചാക്കോ പക്ഷത്തിന് പിള്ളയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിൽ ചാക്കോ പക്ഷത്തെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നു. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 15 വിമതർക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ സാഹചര്യം മുന്നിൽ കണ്ട് ചാക്കോ പക്ഷം മാത്തച്ചൻ കുരുവിനക്കുന്നലിന്റെ ഉത്സാഹത്തിൽ എറണാകുളത്തെ എംബസി ഹോട്ടലിൽ വെച്ച് വിമത കോൺഗ്രസുകാരുടെ ഒരു യോഗം ചേരുന്നു. വിപ്ലവം പ്രവർത്തിച്ച 15 പേർക്ക് പുറമെ അന്ന് കോൺഗ്രസ് MP ആയിരുന്ന ചെറിയാൻ കാപ്പനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത KM ജോർജും കാപ്പനും അടക്കമുള്ളവർ ചിന്തിച്ചത് ദില്ലിയിൽ സമ്മർദ്ദം ചെലുത്തി ഏതുവിധേനയും ഒരു അനുരഞ്ജനം ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ്.
പുതിയൊരു പാർട്ടിക്ക് കേരളത്തിൽ വേരുപിടിക്കാനാവില്ല എന്ന അഭിപ്രായമായിരുന്നു പലർക്കും. ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് 50 രൂപ നൽകിയ കേരള ഡെമോക്രാറ്റിക് കോൺഗ്രസിന് നാട്ടിൽ ചലനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതും ഈ ആശങ്കകൾ ബലപ്പെടുത്തി. PT ചാക്കോ എന്ന ആദർശവാനായ കറയറ്റ രാഷ്ട്രീയ നേതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 1 ലക്ഷത്തിന് പുറത്ത് കടമുണ്ടായിരുന്നു. പല കടബാധ്യതകളും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കോടതിയിൽ വിധിയായി എപ്പോൾ വേണമെങ്കിലും ജപ്തിയിലേക്ക് എത്താം എന്ന അവസ്ഥയായി. ഈ കടബാധ്യത അന്ന് ചാക്കോയുടെ കുടുംബത്തെ വഴിയാധാരമാക്കാൻ പോകുന്ന ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ അപ്പോഴും പറക്കമുറ്റിയിരുന്നില്ല. എല്ലാവരും പഠിക്കുന്ന കാലമാണ്. ഈ സാഹചര്യത്തിൽ PT ചാക്കോയുടെ കുടുംബത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് പിരിക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തീരുമാനിക്കുന്നു. ആ ഇനത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം രൂപ പിരിഞ്ഞു കിട്ടുകയും ചെയ്യുന്നു. ഈ തുക ചാക്കോയുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നതിന് 1964 ഒക്ടോബർ 9 വൈകുന്നേരം തിരുനക്കര മൈതാനിയിൽ ഒരു സമ്മേളനം കൂടി. മന്നത്തു പത്മനാഭനായിരുന്നു ആ സമ്മേളനത്തിലെ വിശിഷ്ടാതിഥി. യോഗത്തിനു മുമ്പ് രാവിലെ 10 മണിക്ക് കോട്ടയത്ത് ലക്ഷ്മി നിവാസ് ഓഡിറ്റോറിയത്തിൽ ചാക്കോ അനുകൂലികളുടെ ഒരു യോഗം ചേരുന്നുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന പ്രമേയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ജോസഫ് പുലിക്കുന്നേൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രമേയം എഴുതി ഉണ്ടാക്കിയിരുന്നു. ഒരു ജനതയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ സുദീർഘ ചരിത്രത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ച ചില തീരുമാനങ്ങൾ എടുത്ത് പരസ്പരം വഴി പിരിയാൻ ചിലർ നിർബന്ധിതരാകുമെന്നും ചാക്കോ വിഷയത്തിൽ ഉടലെടുത്ത കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് വേർപിരിയാൻ തങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് എന്നും തങ്ങളാണ് കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസുകാർ എന്നും ആ പ്രമേയം അടിവരയിട്ട് പ്രസ്താവിച്ചു. ഹ്രസ്വമെങ്കിലും അതിശക്തമായ ഒരു നയപ്രഖ്യാപനം. ഈ പ്രമേയം തുടർന്ന് നടന്ന വിമത കോൺഗ്രസുകാരുടെ യോഗത്തിൽ വെച്ച് ജോസഫ് പുലിക്കുന്നേൽ ഉറച്ച സ്വരത്തിൽ വായിച്ചു കേൾപ്പിച്ചു. അത് കേട്ട് ആവേശം പൂണ്ട സദസ്യർ കൈയടിച്ചു. പാർട്ടിയുടെ പേരെന്തായിരിക്കണമെന്ന ചോദ്യം സദസ്സിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസുകാർ നമ്മളാണ്, അതുകൊണ്ട് നമ്മളാണ് കേരള കോൺഗ്രസ് എന്ന പ്രസ്താവന സദസ്സിനെ ആവേശം കൊള്ളിച്ചു. ആ പ്രമേയം അംഗീകരിക്കപ്പെട്ടു. തുടർന്ന് R ബാലകൃഷ്ണപിള്ള ആ യോഗത്തിൽ ആവേശോജ്വലമായൊരു പ്രസംഗം തന്നെ നടത്തുന്നുണ്ട്. KM ജോർജിനെ പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. അന്ന് വൈകുന്നേരം കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ആൾക്കൂട്ടമുണ്ടായിരുന്നു. മന്നത്തു പത്മനാഭൻ സ്റ്റേജിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തോട് കേരള കോൺഗ്രസ് എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ച കാര്യം അറിയിക്കുന്നത്. ചാക്കോയുടെ കുടുംബത്തിന് ഈ ശേഖരിച്ച ഫണ്ട് കൈമാറുന്ന വേളയിൽ മന്നത്തു പത്മനാഭനാണ് കേരള കോൺഗ്രസ് എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പിറന്നു വീണ കാര്യം ജനങ്ങളോട് ആദ്യമായി പറയുന്നത്. തിരുനക്കരയിൽ തടിച്ചുകൂടിയ ജനാവലി ഹർഷാരവങ്ങളോടെ ആ പ്രഖ്യാപനത്തെ വരവേറ്റു. എന്നാൽ കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തെ ഒരു രാഷ്ട്രീയ തമാശ എന്ന മട്ടിൽ മാത്രമേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും അന്ന് കണക്കാക്കിയിരുന്നുള്ളൂ. കേരള കോൺഗ്രസ് ഭൂസ്വാമിമാരുടെ പാർട്ടിയാണ് എന്നും ക്രൈസ്തവ സഭയും മന്നത്തു പത്മനാഭനും ചേർന്ന് തട്ടിക്കൂട്ടിയ ഒരു ഗൂഢാലോചന മാത്രമാണ് ഇത് എന്നും അവർ ധരിക്കുകയും അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തെ അന്ന് വിമർശിക്കാതിരുന്നത് മുസ്ലിം ലീഗും രാജഗോപാലാചാരിയുടെ സ്വതന്ത്ര പാർട്ടിയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളുടെ സഹായം തേടാൻ കേരള കോൺഗ്രസ് നേതാക്കൾ തീരുമാനിക്കുന്നു. അവരന്ന് ലീഗിന്റെ നേതാവായ ബാഫക്കി തങ്ങളെ കോഴിക്കോട് നിന്ന് കാണുകയുണ്ടായി. രാജഗോപാലാചാരി കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്തി സ്വതന്ത്ര പാർട്ടിയുടെ പിന്തുണയും ഉറപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരള കോൺഗ്രസിന് 3 ലക്ഷം രൂപ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് അന്ന് രാജാജി വാക്ക് കൊടുക്കുന്നു. അത് നൽകാൻ വേണ്ടി മിനു മസാനിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്നത്തെ പത്രമാധ്യമങ്ങൾ ഈ പുതിയ പാർട്ടിയോട് കാണിച്ച സമീപനവും ശ്രദ്ധേയമാണ്. 1964 ഒക്ടോബറിൽ രൂപം കൊണ്ട കേരള കോൺഗ്രസിന് 65 ഫെബ്രുവരിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു. പാർട്ടിയെ ഗ്രാമതലത്തിൽ സംഘടിപ്പിക്കാൻ അപ്പോഴേക്കും അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ആൾക്കൂട്ടം എന്ന നിലയിൽ കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രാമങ്ങളിൽ സ്വയം രൂപം കൊള്ളുകയായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ മാത്രമാണ് കേരള കോൺഗ്രസിന്റെ സ്വാധീനം ജനങ്ങളെ ബാധിച്ചത്. മലബാറിലെ കുടിയേറ്റ പോക്കറ്റുകളിലും പുതിയ പാർട്ടിക്ക് അനുഭാവികൾ ഉണ്ടായി വന്നു. മുസ്ലിം ലീഗും സ്വതന്ത്ര പാർട്ടിയും പിന്തുണച്ചിരുന്നുവെങ്കിലും കേരള കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ ഈ രണ്ട് പാർട്ടികൾക്കും യാതൊരുവിധ സ്വാധീനവും ഇല്ലാതിരുന്നതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകമേ ആയില്ല. 64 സെപ്റ്റംബറിലെ മുഖ്യമന്ത്രി ശങ്കറിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ 15 വിമതരിൽ ധർമ്മരാജൻ പിന്നീട് കേരള കോൺഗ്രസ് രൂപീകരണത്തോട് സഹകരിക്കുകയുണ്ടായില്ല. തിരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തിന്റെ പേരിൽ ഉടലെടുത്ത തർക്കങ്ങൾ പുതിയ പാർട്ടിയിൽ പടലപ്പിണക്കത്തിന് കാരണമായി. ദളിത് ക്രിസ്ത്യൻ MLA ആയിരുന്ന P ചാക്കോയ്ക്ക് 65 തെരഞ്ഞെടുപ്പിൽ തിരുവല്ല സീറ്റിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ആ സീറ്റ് കേരള കോൺഗ്രസിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്ന ഇലഞ്ഞിക്കൽ ബേബി എന്ന ജോൺ ജേക്കബിന് പറഞ്ഞു വെച്ച ഒന്നായിരുന്നതുകൊണ്ട് അത് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു. P ചാക്കോയെ ഒഴിവാക്കേണ്ടിയും വന്നു. ബാക്കി 13 MLA മാരും ആ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു.
ആ തെരഞ്ഞെടുപ്പിൽ ആകെ 53 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. കുതിരയായിരുന്നു അവരുടെ കന്നി തെരഞ്ഞെടുപ്പ് ചിഹ്നം. കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുന്നോടിയായി ലക്ഷ്മി നിവാസിൽ നടന്ന യോഗത്തിലോ ശേഷം തിരുനക്കര മൈതാനിയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിലോ ഒന്നും KM മാണി അന്ന് പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം അന്ന് കോട്ടയത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. 65-ലെ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുൻ തിരുക്കൊച്ചി അസംബ്ലി സ്പീക്കർ RV തോമസിന്റെ ഭാര്യ ഏലിക്കുട്ടി തോമസിനെയാണ്. അങ്ങനെ തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട ഘട്ടത്തിലാണ് KM മാണി കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകണം എന്ന ആഗ്രഹവുമായി പാർട്ടി നേതാക്കളെ സമീപിക്കുന്നത്. എന്നാൽ പാലായിൽ നിന്ന് തന്നെയുള്ള കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായ മാത്തച്ചൻ കുരുനാക്കുന്നേൽ അന്ന് KM മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ശക്തിയുക്തം എതിർക്കുന്നു. എന്നാൽ സ്വയം സ്ഥാനാർത്ഥിയാകാനും അദ്ദേഹത്തിന് സമ്മതമില്ലായിരുന്നു. ജോസഫ് പുലിക്കുന്നേലിനോട് പാലായിൽ നിന്ന് മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹവും അത് നിഷേധിച്ചു. അങ്ങനെ ഒടുവിൽ മത്സരിക്കാൻ ആരെയും കിട്ടാതെ വന്നപ്പോഴാണ് KM മാണിയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ അന്ന് ഇടം പിടിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നായർ ഭൂരിപക്ഷ മേഖലകളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിന് മന്നത്തു പത്മനാഭൻ വലിയ പിന്തുണ തന്നെ നൽകുന്നു. ഒടുവിൽ ഫലം വന്നപ്പോൾ കുതിര ചിഹ്നത്തിൽ മത്സരിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 24 പേർ വിജയിച്ചു. കേരള കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര പാർട്ടിയുടെ PD തൊമ്മനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള തങ്കപ്പൻ പിള്ളയും കൂടി ജയിച്ചു കയറിയതോടെ കേരള കോൺഗ്രസിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ വിജയിച്ചവരുടെ ആകെ എണ്ണം 26 6 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിനെ മറികടന്ന് 2ാം സ്ഥാനത്തെത്തി. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ സർക്കാർ രൂപീകരിക്കാൻ വേണ്ട ഭൂരിപക്ഷം നേടാനായില്ല. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ പിന്തുണ വാഗ്ദാനം ചെയ്തു. പക്ഷേ അത് കോൺഗ്രസ് നിരസിച്ചു. കേരളത്തിൽ ഒരു കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെടുന്നത് തടയാൻ ആഗ്രഹിച്ച കേന്ദ്ര സർക്കാർ സഭ കൂടാതെ തന്നെ പിരിച്ചുവിട്ട് ഏകദേശം 2 വർഷത്തേക്ക് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. ഈ രാഷ്ട്രപതി ഭരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ കോൺഗ്രസുകൾ വീണ്ടും യോജിക്കണം എന്നൊരു ആശയം ഉയർന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മുഖമുദ്രയായിട്ട് സ്വീകരിച്ച അന്നത്തെ ക്രിസ്തീയ സഭകളും സമുദായ നേതൃത്വങ്ങളും അടക്കം അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചു. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമാണ് അന്ന് അതിന് ആദ്യ ശ്രമങ്ങൾ നടത്തുന്നത്. അന്ന് ഗുൽസാരിലാൽ നന്ദ കേരളത്തിലെത്തി മന്നത്തു പത്മനാഭനുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. അതിനു പിന്നാലെ കേന്ദ്രം മന്നത്തു പത്മനാഭന് പത്മഭൂഷൺ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പത്മഭൂഷൺ സ്വീകരിക്കാൻ വേണ്ടി ദില്ലിക്ക് പോയ മന്നത്തു പത്മനാഭൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് കോൺഗ്രസ് ഐക്യത്തിന്റെ ശക്തനായ വക്താവായിട്ടാണ്. അദ്ദേഹം KM ജോർജ് അടക്കമുള്ള അന്നത്തെ പ്രമുഖ കേരള കോൺഗ്രസ് നേതാക്കളോട് കോൺഗ്രസിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും കോൺഗ്രസ് വിരോധം എന്നത് കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന സ്വഭാവമായി മാറിയിരുന്നതുകൊണ്ട് ജോർജ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അങ്ങനെ ഒന്നിന് തയ്യാറായില്ല. മന്നത്തിന്റെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ജോർജ് തോമസ്, TK ഗോപാലകൃഷ്ണ പണിക്കർ എന്നിങ്ങനെ ചിലർ കോൺഗ്രസിലേക്ക് തിരികെ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അതുപോലെ അന്നത്തെ പല നായർ നേതാക്കളും മന്നത്തിന്റെ ആഹ്വാനം ചെവിക്കൊണ്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. അതോടെ അന്നോളം കേരള കോൺഗ്രസിന്റെ ശക്തിയായിരുന്ന നായർ ക്രിസ്ത്യൻ ഐക്യത്തിൽ വിള്ളൽ വീഴുന്നു. നായർ നേതൃത്വത്തെ മന്നം വഴിക്ക് കീശയിലാക്കിയ ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് സമീപിക്കുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വത്തെയാണ്. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പലവട്ടം കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ട് ചർച്ചകൾ നടത്തി. ചർച്ചകളോട് ആദ്യഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് കേരള കോൺഗ്രസ് പ്രതികരിക്കുന്നത്. 65-ലെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജയിച്ച സീറ്റുകളും അതുപോലെ 2ാം സ്ഥാനത്ത് വന്ന സീറ്റുകളും തങ്ങൾക്ക് തന്നെ നൽകണമെന്നതായിരുന്നു നേതാക്കളുടെ ആവശ്യം. അത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ ചർച്ച പുരോഗമിക്കുന്നതിനിടയ്ക്ക് അവിചാരിതമായി KM ജോർജ് അടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ ഏകപക്ഷീയമായി ഈ ചർച്ചയിൽ നിന്ന് പിന്മാറി. കോൺഗ്രസിൽ ലയിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ധാരണകളാകാം എന്നതായി അവരുടെ പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റാൻഡ്. അത് അംഗീകരിക്കാൻ പക്ഷേ കോൺഗ്രസ് തയ്യാറല്ലായിരുന്നു. പിന്നെയും പല ക്രൈസ്തവ സഭാ അധികാരികളും ലയന ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും വിജയിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 67-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മുൻകൈയെടുത്ത് നടത്തിയ ലയന ചർച്ചകൾക്ക് തുരങ്കം വെച്ച കേരള കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെതിരെ മന്നവും ക്രൈസ്തവ സഭാ നേതൃത്വവും ഒരുപോലെ രംഗത്ത് വന്നു. അന്നത്തെ കോൺഗ്രസ് വേദികളിൽ നിരവധി ബിഷപ്പുമാർ കേരള കോൺഗ്രസിനെതിരെ പ്രസംഗിച്ചു. 67-ലെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടിയുമായും PSPയുമായും സഖ്യം ചേർന്ന് മത്സരിക്കുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു. ഫലങ്ങൾ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഒരുപോലെ വിനാശകരമായിരുന്നു. CPM നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി 133-ൽ 117 സീറ്റുകളും നേടി തെരഞ്ഞെടുപ്പ് തൂത്തുവാരി. കോൺഗ്രസിന് 9 സീറ്റുകൾ മാത്രമാണ് അന്ന് ലഭിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ ശക്തി 24-ൽ നിന്ന് 5ആയി കുറഞ്ഞു. കേരള കോൺഗ്രസിന്റെ വോട്ട് വിഹിതമാവട്ടെ 15% നിന്ന് 7% ഇടിഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനപിന്തുണയിൽ കാര്യമായ ശോഷണമുണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ലായിരുന്നു.
67 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നുണ്ട്. പ്രധാനമായും 3 മാറ്റങ്ങളാണ് ഉണ്ടായത്. കെ കരുണാകരൻ നേതൃസ്ഥാനത്തേക്ക് വന്നു. ആ സമയത്ത് തന്നെ കോൺഗ്രസിനുള്ളിൽ KSU യൂത്ത് കോൺഗ്രസ് പക്ഷവും ശക്തി പ്രാപിച്ചു വന്നു. പുരോഗമന നയങ്ങൾ നടപ്പിൽ വരുത്താൻ ആഗ്രഹിച്ചിരുന്ന ആ യുവപക്ഷം താരതമ്യേന യാഥാസ്ഥിതികരായിരുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കരുത് എന്ന നിലപാടെടുത്തു. ദേശീയ തലത്തിൽ അപ്പോഴേക്കും ഇന്ദിരാഗാന്ധി സർവശക്തിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ആയി കഴിഞ്ഞിരുന്നു. അവർ ബാങ്ക് ദേശസാൽക്കരണവും പ്രിവി പേഴ്സ് പിൻവലിക്കലും അടക്കമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയതോടെ കേരള കോൺഗ്രസുമായിട്ട് കൂടുതൽ അകന്നു. 69-ൽ EMS മന്ത്രിസഭ അതിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ കാരണം നിലംപരിശായപ്പോൾ അച്യുതമേനോന്റെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. CPI മന്ത്രിസഭയ്ക്ക് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ നൽകുകയാണ് അന്നുണ്ടാവുന്നത്. കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഇടയിലെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന കാലമായിരുന്നിട്ടും KM ജോർജ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി ആ മന്ത്രിസഭയിൽ അംഗമാകുന്നു. കേരള കോൺഗ്രസിന് അതിന്റെ രൂപീകരണത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി അധികാരം കയ്യിൽ കിട്ടുന്നു. ആദ്യമായി അധികാരം കയ്യിൽ വന്ന അന്നു തൊട്ട് തന്നെ കേരള കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങളും ആരംഭിക്കുന്നു. പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരാളാകരുത് എന്ന നിലപാട് അന്ന് 1969-ലാണ് ആദ്യമായി കേരള കോൺഗ്രസിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വയല ഇടിക്കുളയെ പാർട്ടി ചെയർമാനാക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ ചിലർ ആരംഭിക്കുന്നു. അന്ന് ആ നീക്കത്തെ KM ജോർജ് ഫലപ്രദമായി നേരിടുന്നത് KM മാണിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ്. 67-ലെ തെരഞ്ഞെടുപ്പിൽ R ബാലകൃഷ്ണപിള്ള തോൽവി രുചിക്കുകയും KM മാണി ജയിച്ചു കയറുകയും ചെയ്തിരുന്നു. അതോടെ പാർട്ടിയിലെ ശാക്തിക ബലാബലത്തിന് സമവാക്യങ്ങൾ അന്ന് KM മാണിക്ക് അനുകൂലമാവുകയും ബാലകൃഷ്ണപിള്ളയുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് KM ജോർജ് മാണിയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറക്കാനുള്ള ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നത്. 70-ലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ KM ജോർജ് ഐക്യമുന്നണിയുടെ ഭാഗമാണ്. ഐക്യമുന്നണിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 4 സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടായി. പത്തനംതിട്ട, പൂഞ്ഞാർ, പാല, റാന്നി എന്നീ 4 പ്രധാന സീറ്റുകളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം സഖ്യ ചർച്ചകളെ പരാജയപ്പെടുത്തി. ഈ 4 സീറ്റുകളും തങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസോ CPIയോ അന്ന് തയ്യാറാവുന്നില്ല. അതിൽ ഓരോ സീറ്റുകൾ തങ്ങൾക്ക് വേണം എന്നതായിരുന്നു കോൺഗ്രസിന്റെയും CPIയുടെയും ആവശ്യം. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കെ പെട്ടെന്ന് KM ജോർജ് തന്റെ അടുത്ത ഏതോ ബന്ധുവിന് അസുഖം മൂർച്ഛിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുന്ന എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ധൃതിപ്പെട്ട് പുറപ്പെട്ടു പോകുന്നു. പിറ്റേ ദിവസം ജോർജ് തിരിച്ചെത്തും, എന്നിട്ട് ചർച്ച പുനരാരംഭിക്കാം എന്നതായിരുന്നു ധാരണ. എന്നാൽ ചർച്ച പുനരാരംഭിക്കാൻ വേണ്ടി സഖ്യകക്ഷികൾ എല്ലാവരും എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒത്തുചേർന്ന് KM ജോർജിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ പുറത്തു വരുന്ന വാർത്ത കേരള കോൺഗ്രസും സംഘടനാ കോൺഗ്രസും തമ്മിൽ ഒരു മഹാസഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതായിരുന്നു. അവർ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നതായിരുന്നു. സംഘടനാ കോൺഗ്രസുമായി കേരള കോൺഗ്രസ് അന്നുണ്ടാക്കിയ സഖ്യം കേരള കോൺഗ്രസിന് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നായിരുന്നു. കേരള കോൺഗ്രസിന് സ്വാധീന ശക്തിയുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ സീറ്റുകളും അവർക്ക് തന്നെ. എന്നാൽ കോൺഗ്രസിന് അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ കേരള കോൺഗ്രസിന് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ലതാനും. അങ്ങനെ ഒടുവിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മത്സരിച്ച 31 സീറ്റുകളിൽ 13 കേരള കോൺഗ്രസ് വിജയിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതാവട്ടെ കോൺഗ്രസ് CPI പക്ഷത്തിനാണ്. അതോടെ അന്നുവരെ ഭരണത്തിലിരുന്ന കേരള കോൺഗ്രസ് മുന്നണിക്ക് പുറത്തായി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി മന്ത്രിസഭയും രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ അധികാരം നഷ്ടമായതോടെ ഏതുവിധേനയും നേരത്തെ മുന്നണിക്കുള്ളിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം തിരിച്ചുപിടിക്കാനായി കേരള കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ നേരത്തെ നടന്ന സംഭവങ്ങളുടെ ചൊരുക്ക് കാരണം കോൺഗ്രസിന് അങ്ങനെ ഒരു നടപടിയിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ബാഫക്കി തങ്ങളടക്കം പലരും വഴിക്ക് സന്ധിശ്രമങ്ങൾ കേരള കോൺഗ്രസ് നടത്തിയിട്ടും അതിനോട് അനുഭാവപൂർവ്വം പ്രതികരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. എന്നാൽ 71-ൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വീണ്ടും കേരള കോൺഗ്രസിനെ സഖ്യത്തിൽ ചേർക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തി. കോട്ടയം, മാവേലിക്കര, ഇടുക്കി എന്നീ പാർലമെന്റ് സീറ്റുകളും അവർ പാർട്ടിക്ക് ഓഫർ ചെയ്തു. എന്നാൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ KM ജോർജ് പ്രതിനിധീകരിച്ചിരുന്ന മൂവാറ്റുപുഴ സീറ്റ് അദ്ദേഹത്തിന് ആജന്മ വൈരിയായിട്ടുള്ള CM സ്റ്റീഫന് കോൺഗ്രസ് നൽകി. അത് കേരള കോൺഗ്രസിൽ അടുത്ത കലാപത്തിന് വഴിയൊരുക്കി. പ്രദേശവാസികളായിട്ടുള്ള കേരള കോൺഗ്രസുകാർ പലരും ജോർജ് ജോസഫ് മുണ്ടക്കൽ എന്ന മുണ്ടക്കൽ ബേബിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് വിട്ടുപോയി. മുണ്ടക്കൽ ബേബി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. CM സ്റ്റീഫന് വേണ്ടി മുദ്രാവാക്യം വിളിക്കേണ്ട ഗതികേട് അന്ന് KM ജോർജ് അടക്കം പല അധികാരികൾക്കും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മത്സരിച്ച 3 പാർലമെന്റ് സീറ്റിലും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. കോട്ടയത്ത് വർക്കി ജോർജ്, മാവേലിക്കരയിൽ R ബാലകൃഷ്ണപിള്ള, ഇടുക്കിയിൽ
പ്രൊഫസർ എം ജോസഫ് എന്നിങ്ങനെ 3 സ്ഥാനാർത്ഥികളും അന്ന് ജയിച്ചു കയറുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് എന്ന പ്രാദേശിക പാർട്ടിക്ക് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇടം കിട്ടുന്നു. 1974 കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഔപചാരികമായിട്ടുള്ള പിളർപ്പ് സംഭവിക്കുന്നത്. 71 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസുമായിട്ടുണ്ടാക്കിയ ധാരണ പ്രകാരം കേരള കോൺഗ്രസ് കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു പ്രവേശിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. KM ജോർജിന്റെ ദൂതുമായി ജോൺ ജേക്കബിനെ ഇന്ദിരാഗാന്ധിയെ കാണാൻ വേണ്ടി ദില്ലിക്ക് പറഞ്ഞു വിട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുമായിട്ട് സഖ്യകക്ഷി ചർച്ചകൾ നടത്തിയത് ഇതേ ജോൺ ജേക്കബ് തന്നെ ആയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ദിര ജോൺ ജേക്കബിനെ ഒട്ടും സൗഹൃദത്തോടെയല്ല സ്വീകരിക്കുന്നത്. കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത് പിന്തിരിപ്പൻ ആശയങ്ങളെയാണ് എന്ന് ഇന്ദിര ജോൺ ജേക്കബിന്റെ മുഖത്ത് നോക്കി വെട്ടി തുറന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് സഖ്യകക്ഷി മന്ത്രിസഭയിൽ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും തനിക്ക് നൽകാനാവില്ല എന്നും ഇന്ദിര അറിയിച്ചു. അപമാനിതനായിട്ടാണ് അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കോൺഗ്രസിന്റെ ഈ സമീപനം കേരള കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് അന്ന് നയിക്കുന്നത്. 3 MP ഉണ്ടായിരുന്നിട്ടും കേരള കോൺഗ്രസ് രാഷ്ട്രീയമായി അനാഥമായ അവസ്ഥയിലായി. പിന്നീട് പാർട്ടിയുടെ ചെയർമാനായ ജോർജ് ജെ മാത്യുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ 1971 കേരള കോൺഗ്രസ് ഏകദേശം മുക്കാലും ചത്ത കുതിരയായിരുന്നു. പാർട്ടിയോട് വികാരപരമായ അടുപ്പമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു എങ്കിലും സാമ്പത്തികമായും രാഷ്ട്രീയമായും പാർട്ടി തകർച്ചയുടെ വക്കിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് കേരള കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഉടലെടുക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നിലവിലെ തകർച്ചയ്ക്ക് കാരണം പാർട്ടിക്കുള്ളിലെ വാർദ്ധക്യഗ്രസ്തമായിട്ടുള്ള നേതൃത്വമാണ് എന്ന് ഈ പാർട്ടിയിലെ താരതമ്യേന യുവാക്കളായിട്ടുള്ള കുറേയേറെ ആളുകൾ ചേർന്ന് കണ്ടെത്തി. 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവർ ഫോം ചെയ്തു. ഈ സംഘത്തിൽ KM മാണി, KV കുര്യൻ, PJ ജോസഫ്, ലൂക്കോസ്, VT സെബാസ്റ്റ്യൻ, CF തോമസ് കുതിരവട്ടം, TM ജേക്കബ്, ജോർജ് ജെ മാത്യു എന്നിവരാണ് ഉണ്ടായിരുന്നത്. KSC പ്രസിഡന്റായിട്ടുള്ള PC ജോസഫും പിന്നീട് ആ പാളയത്തിൽ ചെന്നു ചേർന്നു. ആരോരും അറിയാതെ ഇവർ രഹസ്യ യോഗങ്ങൾ കൂടി. പാർട്ടി അധ്യക്ഷൻ KM ജോർജ് അറിയാതെ ഈ സംഘം പാർട്ടിക്കുള്ളിൽ അവരുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കി തുടങ്ങി. ഈ ഒരു കാലത്ത് തന്നെയാണ് KM മാണി സാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും. KM ജോർജിനെ എല്ലാവരും വന്ന് ജോർജ് സാർ എന്നാണ് വിളിച്ചിരുന്നത്. KM മാണിയെ പൊതുവെ കുഞ്ഞുമാണി എന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ കുഞ്ഞുമാണി എന്നുള്ള പേര് ഒരു ഗ്രൂപ്പിന്റെ ലീഡർക്ക് ചേർന്നതല്ല എന്ന് KM മാണിക്ക് അന്ന് തോന്നി തുടങ്ങി. അദ്ദേഹം ഈ 9 അംഗ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗിൽ KV കുര്യൻ വഴി ഇനി ആരും കുഞ്ഞുമാണി എന്ന് വിളിക്കരുത് എന്നൊരു ആവശ്യം അറിയിക്കുന്നു. പകരം തന്നെ മാണി സാർ എന്ന് വിളിക്കണമെന്ന് അദ്ദേഹം KV കുര്യനെ കൊണ്ട് ഈ യോഗത്തിൽ പറയിക്കുന്നു. യോഗം ഈ തീരുമാനം ഔപചാരികമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ജോർജ് സാർ അപ്പുറമെങ്കിൽ ഇപ്പുറത്ത് മാണി സാർ എന്നത് എല്ലാവരും അംഗീകരിച്ചു. അടുത്ത 5 ദശാബ്ദക്കാലം കേരള രാഷ്ട്രീയമാകെ മാണി സാർ എന്ന വിളി തുടർന്നുപോയി. ഈ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ശക്തി പ്രകടനം കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലായിരുന്നു. ലൂക്കോസിനെ ഈ 9 അംഗ സംഘം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നു. മറുപക്ഷത്തു നിന്ന് മാത്തച്ചൻ കുരുനാക്കുന്നേൽ അടക്കമുള്ളവർ അകലകുന്നം MLA JA ചാക്കോയെയും സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടെ ലൂക്കോസ് വിജയിക്കുന്നു. അതോടെ ഈ 9 അംഗ സംഘം പാർട്ടിയിൽ പിടിമുറുക്കുന്നു. അടുത്തതായി പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരേ വ്യക്തി ആയിരിക്കരുത് എന്നൊരു പ്രമേയം അവർ എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അന്ന് പരാജയപ്പെട്ടു. ഈ പ്രമേയം പാസ്സായില്ല എങ്കിലും അവർ മാത്തച്ചൻ കുരുവനക്കുന്നേലിനെതിരായിട്ടുള്ള ഒളിപ്പോര് തുടർന്നുപോയി. ഒടുവിൽ ഈ ഗ്രൂപ്പ് KM ജോർജിന്മേൽ സമ്മർദ്ദം ചെലുത്തി മാത്തച്ചൻ കുരുവനക്കുന്നേലിന്റെ അടുത്ത അനുയായി തോമസ് രാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിച്ചു. അങ്ങനെ പാർട്ടിയിൽ യാതൊരുവിധ സ്വൈരവും ഇല്ലാതെ ആയതോടെ മാത്തച്ചൻ കുരുവനക്കുന്നേൽ JA ചാക്കോ എന്നിവർ പാർട്ടി വിട്ട് പുറത്തുപോയി. കോൺഗ്രസിന്റെ നിഷേധാത്മക സമീപനത്തെ തുടർന്ന് കേരള കോൺഗ്രസ് CPM-ഉമായിട്ട് അന്ന് സഖ്യം ചേരാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ആലുവയിൽ നടന്നൊരു ക്യാമ്പിൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു സാമ്പത്തിക പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. ആ സാമ്പത്തിക പ്രമേയം അനുസരിച്ച് അതുമായി യോജിക്കാൻ സാധിക്കുന്നവരുമായിട്ട് സഖ്യം ചേരാൻ പാർട്ടി തീരുമാനിക്കുന്നു. ആ നീക്കങ്ങൾ ചെന്ന് കലാശിക്കുന്നത് CPM-ഉമായിട്ടുള്ള ഒരു സഖ്യത്തിലാണ്. CPM-ഉമായിട്ടുള്ള ഈ സഖ്യം കലാശിക്കുന്നത് കേരള കോൺഗ്രസിന്റെ ആദ്യത്തെ പിളർപ്പിലും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വലിയൊരു വിഭാഗം കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. തിരുവല്ല MLA-യും സ്ഥാപക നേതാവുമായിട്ടുള്ള ജോൺ ജേക്കബ് എന്ന എലഞ്ചിക്കൽ ബേബിയുടെ നേതൃത്വത്തിൽ അവർ ഒത്തുകൂടി. അപ്പർ കുട്ടനാട് ഫാർമേഴ്സ് യൂണിയന്റെയും ഫാർമേഴ്സ് ഫെഡറേഷന്റെയും പ്രസിഡന്റായിരുന്ന ജോൺ ജേക്കബിന് CPM-ഉമായി ദീർഘകാല സംഘർഷങ്ങളുടെ ചരിത്രമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷകരും CPM-ന്റെ കർഷക തൊഴിലാളികളും തമ്മിൽ പതിവായി ഏറ്റുമുട്ടുമായിരുന്നു. അത് പലപ്പോഴും പോലീസിന്റെ വെടിവെപ്പിൽ അവസാനിച്ചിരുന്നു. ഈ സംഭവങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ജോൺ ജേക്കബിന്റെ രോഷം ഇരട്ടിപ്പിച്ചു. EMS സർക്കാരിനെ താഴെയിറക്കിയിട്ടല്ലാതെ
താൻ താടി വടിക്കില്ല എന്ന പ്രശസ്ത ശബ്ദം പോലും അന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. പിന്നീട് 59-ൽ നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ വീണപ്പോൾ പള്ളിമുറ്റത്ത് വെച്ച് പരസ്യമായി താടി വടിച്ച് തന്റെ ശബ്ദം അദ്ദേഹം നിറവേറ്റിയതും ചരിത്രമാണ്. ഈ പശ്ചാത്തലമുള്ള ജോൺ ജേക്കബിന് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സഖ്യം എന്ന ആലോചന പോലും അസംഭവ്യമായിരുന്നു. തുടർന്ന് അദ്ദേഹം തൃശ്ശൂരിൽ ഫാമേഴ്സ് യൂണിയൻ വിളിച്ചുകൂട്ടി കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുമായിട്ട് സഖ്യം ചേരാനുള്ള പ്രമേയം അവതരിപ്പിച്ചു. ഈ യോഗത്തിൽ ലോനപ്പൻ നമ്മാടൻ അതിനാടകീയമായി തന്റെ കൈ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് രക്തം ചിന്തി കേരള കോൺഗ്രസിനെ തകർക്കാനുള്ള ഏതൊരു നീക്കത്തെയും താൻ രക്തം കൊടുത്തും ചെറുക്കുമെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ ജോൺ ജേക്കബിനെ തണുപ്പിക്കാൻ ഇതൊന്നും മതിയായിരുന്നില്ല. അദ്ദേഹം പാർട്ടിക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ അണികൾക്കൊപ്പം കേരള കോൺഗ്രസ് ഒറിജിനൽ എന്ന കേരള കോൺഗ്രസ് ഒ രൂപീകരിച്ച് അദ്ദേഹം പാർട്ടി വിട്ടു. അന്ന് 74 രൂപീകരിച്ച കേരള കോൺഗ്രസ് ഒറിജിനലിന്റെ ചെയർമാൻ JI ചാക്കോ ആയിരുന്നു. KR സരസ്വതി അമ്മ, തോമസ് രാജ് എന്നിവർ അന്ന് ജനറൽ സെക്രട്ടറിമാരുമായി. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പിളർപ്പ്. തുടർന്ന് വരാനിരിക്കുന്ന അസംഖ്യം പിളർപ്പുകൾക്ക് തുടക്കം കുറിച്ചതിന്റെ ക്രെഡിറ്റ് ഈ ജോൺ ജേക്കബിന് ചാർത്തി കൊടുക്കാവുന്നതാണ്. ക്രൈസ്തവരുടെ പാർട്ടിയായി പൊതുവെ കരുതപ്പെടുന്നുണ്ട് എങ്കിലും കേരള കോൺഗ്രസ് രൂപീകരണ സമയത്ത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപികയുടെ യാതൊരു പിന്തുണയും അവർക്ക് കിട്ടിയിരുന്നില്ല. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മേലിൽ അടിയുറച്ചു നിന്നു. പലപ്പോഴും ദീപിക പത്രം തങ്ങളുടെ മുഖപ്രസംഗങ്ങളിലൂടെ കേരള കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തു. സഭയുടെ ഈ നിലപാട് മാറാൻ കാരണമായത് KSU ഏറ്റെടുത്ത വിദ്യാഭ്യാസ സമരത്തിലൂടെയായിരുന്നു. സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് കോളേജുകളിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് KSU സമരം നടത്തി. ഉമ്മൻചാണ്ടി, വയലാർ രവി, AK ആന്റണി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരം സഭയെ ചൊടിപ്പിച്ചു. കോൺഗ്രസിൽ തങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ സഭാ നേതൃത്വം തങ്ങളുടെ ലോയൽറ്റി കേരള കോൺഗ്രസിലേക്ക് മാറ്റി. കോൺഗ്രസിലുള്ളതിനേക്കാൾ ആജ്ഞാധികാരം തങ്ങൾക്ക് കേരള കോൺഗ്രസിൽ ഉണ്ടാകും എന്നതും ഈ ലോയൽറ്റി ഷിഫ്റ്റിന് ഒരു കാരണമായി. സഭയുടെ ഈ പിന്തുണ കേരള കോൺഗ്രസിന് പുതിയ ഊർജം നൽകുകയും അതുവഴി ശക്തിയുക്തം കേരള രാഷ്ട്രീയത്തിൽ പടർന്നു പന്തലിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. സഭയുടെ ഈ പിന്തുണ കേരള കോൺഗ്രസിന് മുന്നണിയിൽ വലിയ ബാർഗനിങ് പവറാണ് അന്ന് നൽകുന്നത്. തുടർന്ന് വരാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളോളം അന്ന് കേരള കോൺഗ്രസ് ചോദിച്ചു വാങ്ങുകയും ചെയ്തു. എന്നാൽ 1975 ജൂൺ 25-ാം തീയതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിഞ്ഞു. തുടക്കത്തിൽ കേരള കോൺഗ്രസ് അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർക്കാനും CPM-മായി ചേർന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിക്കുന്നുണ്ട്. ഈ തീരുമാനപ്രകാരം KM ജോർജും R ബാലകൃഷ്ണപിള്ളയും അന്ന് അറസ്റ്റ് വരിച്ചു. KM മാണിയും മറ്റു നേതാക്കളും ഒളിവിൽ പോയി. എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ വ്യാപകമായ അറസ്റ്റ് അടിയന്തരാവസ്ഥയുടെ കാഠിന്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതോടെ അവരുടെ എതിർപ്പും ദുർബലമായി. KM ജോർജും R ബാലകൃഷ്ണപിള്ളയും അധികം വൈകാതെ ജയിൽ മോചിതരായി. ഈ ഘട്ടത്തിൽ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ഇടപെട്ട് ഇന്ദിരാഗാന്ധിയെ ദില്ലിയിൽ ചെന്ന് കണ്ട് കേരള കോൺഗ്രസ് ചർച്ചകൾ ആരംഭിച്ചു. ദീപികയുടെ പത്രാധിപരായിരുന്ന ഫാദർ കൊളംബിയറും ഇന്ദിരാഗാന്ധിയെ കണ്ട് ചർച്ചകൾ തുടരുന്നു. കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാനുള്ള താല്പര്യം ഇന്ദിരാഗാന്ധി അറിയിക്കുകയും തുടർ ചർച്ചകൾക്ക് വേണ്ടി IB ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. IB ഉദ്യോഗസ്ഥർ PJ ജോസഫ്, KV കുര്യൻ, ജോർജ് മാത്യു എന്നിവരുമായിട്ട് നിരവധി റൗണ്ട് ചർച്ചകൾ അന്ന് നടക്കുന്നുണ്ട്. തുടക്കത്തിൽ കേരളത്തിൽ ചർച്ചകൾ നടത്താൻ കേരള കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ചർച്ചകൾ ഡൽഹിയിൽ തന്നെ വേണമെന്ന് IB നിർബന്ധിച്ചു. ഒടുവിൽ കോയമ്പത്തൂരിൽ കൂടിക്കാഴ്ച നടത്താൻ ധാരണയായി. എന്നാൽ കോയമ്പത്തൂരിലെത്തിയ കേരള കോൺഗ്രസ് നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി ബാംഗ്ലൂർ വഴി ഡൽഹിയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയി IB ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു. MP ആയിരുന്ന R ബാലകൃഷ്ണപിള്ള ചർച്ചകളെക്കുറിച്ച് എങ്ങനെയോ അറിഞ്ഞ് ദില്ലിയിലേക്ക് പറന്നെത്തി. ഔദ്യോഗിക ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന KC പന്ത് ആയിരുന്നു. ചർച്ചകൾക്കിടയിൽ KC പന്ത് തന്റെ $1 മില്യൺ ചോദ്യം കേരള കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജയിൽ വേണോ അതോ അധികാരം വേണോ? ഒട്ടും അമാന്തമില്ലാതെ അവർ മറുപടിയും പറഞ്ഞു, ഞങ്ങൾക്ക് അധികാരം മതി. എന്നാൽ R ബാലകൃഷ്ണപിള്ളയുടെ അന്നത്തെ അമിതാവേശം ചർച്ചകളുടെ ഉദ്ദേശത്തെ തന്നെ ഇല്ലാതാക്കിയെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം കേരള കോൺഗ്രസിന് വലിയ സൗജന്യങ്ങൾ ചെയ്യുന്നതായിട്ട് പുറത്തു വന്ന വാർത്തകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ മുഷിപ്പിക്കുന്നു. അവർ ദില്ലിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയതോടുകൂടി കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച അനന്തമായി നീണ്ടു. 1975 ഓഗസ്റ്റിൽ ആരംഭിച്ച ചർച്ചകൾ അവസാനിക്കുന്നത് 1975 ഡിസംബർ 23-ന് കേരള കോൺഗ്രസ് കരാർ ഒപ്പിടുന്നതിലൂടെയാണ്. ACC പ്രസിഡന്റായിരുന്ന DK ബറുവയും കേരള കോൺഗ്രസിന്റെ ചെയർമാനായിരുന്ന KM ജോർജും തമ്മിലായിരുന്നു ആ കരാർ ഒപ്പിട്ടത്. ഈ ഒരു കരാർ പ്രകാരം കേരള കോൺഗ്രസിന് 25 നിയമസഭാ സീറ്റുകളും 2 മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവുമാണ് ഉറപ്പ് കിട്ടിയത്. മന്ത്രിസഭാ പ്രവേശനം ഉറപ്പായതോടെ ആരായിരിക്കണം മന്ത്രി എന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ തർക്കങ്ങൾ ആരംഭിച്ചു. ചെയർമാനായ KM ജോർജ് മന്ത്രിയാകുമെന്ന് സ്വാഭാവികമായിട്ടും കരുതപ്പെട്ടു. 2ാം മന്ത്രിസ്ഥാനം തനിക്ക് വേണമെന്ന് MP ആയ R ബാലകൃഷ്ണപിള്ള നിർബന്ധം പിടിച്ചു.
6 മാസമെങ്കിൽ 6 മാസം തനിക്ക് സംസ്ഥാന മന്ത്രി ആയിരിക്കണമെന്ന് ആർ ബാലകൃഷ്ണപിള്ള ശഠിച്ചു. കെ എം ജോർജ് മന്ത്രിയാകുമ്പോൾ ഒഴിവരുന്ന ചെയർമാൻ സ്ഥാനം കെ എം മാണിക്ക് നൽകണമെന്ന് യുവതുർക്കികൾ ആവശ്യപ്പെട്ടു. എന്നാൽ അത് കെ എം ജോർജിന് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ഇത് മറ്റൊരു തർക്കത്തിലേക്ക് നയിച്ചു. ഒടുവിൽ ഒരു പരിഹാരമെന്നോണം താൻ മന്ത്രിയാകാനില്ല എന്നും പാർട്ടിയിൽ ചെയർമാനായി തന്നെ തുടർന്നുകൊള്ളാമെന്നും കെ എം ജോർജ് പ്രഖ്യാപിച്ചു. അങ്ങനെ കെ എം മാണിയും ആർ ബാലകൃഷ്ണപിള്ളയും കേരള കോൺഗ്രസിന്റെ മന്ത്രിമാരായി. കെ എം മാണി ധനവകുപ്പും ആർ ബാലകൃഷ്ണപിള്ള ഗതാഗത ജയിൽ വകുപ്പും അന്ന് കൈകാര്യം ചെയ്തു. മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നതിനുണ്ടായ ഈ തർക്കം കെ എം മാണി ഗ്രൂപ്പിനെയും കെ എം ജോർജ് ഗ്രൂപ്പിനെയും പരസ്പരം അകറ്റി. ഒരിക്കലും ഒരുമിച്ച് ചേരാനാകാത്ത വിധത്തിൽ അവർ അന്ന് അകന്നുപോയി. ഇതിനിടയ്ക്ക് കെ എം ജോർജിനെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറ്റി നാരായണക്കുറുപ്പിനെ മാണി വിഭാഗം ചെയർമാനായി തെരഞ്ഞെടുത്തിരുന്നു. കെ എം മാണിയെയും ഒപ്പമുള്ളവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് കെ എം ജോർജ് അതിനോട് പ്രതികരിച്ചത്. 6 മാസത്തിനു ശേഷം ബാലകൃഷ്ണപിള്ള മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ കെ എം ജോർജിനെ മന്ത്രിയാക്കാതിരിക്കാനുള്ള 18 അടവും മാണി വിഭാഗം പയറ്റി. എന്നാൽ കരുണാകരന്റെ പിന്തുണയോടുകൂടി ദില്ലിയിൽ പോയി ഇന്ദിരാഗാന്ധിയെ കണ്ട കെ എം ജോർജ് തന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. കെ എം ജോർജ് ആർ ബാലകൃഷ്ണപിള്ള ഒഴിഞ്ഞ ജയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷൻ കെ എം ജോർജ് വിഭാഗത്തെ ഔദ്യോഗിക കേരള കോൺഗ്രസായി അംഗീകരിച്ചുകൊണ്ട് ചിഹ്നവും പാർട്ടി പതാകയും അവർക്ക് നൽകുന്നു. കേരള കോൺഗ്രസിന്റെ രൂക്ഷമായിട്ടുള്ള അന്തഃഛിദ്രം പരിഹരിക്കുവാൻ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. എന്നാൽ അതിനിടയ്ക്ക് 1976 ഡിസംബർ 11 തന്റെ 57-ാം വയസ്സിൽ കെ എം ജോർജ് ഹൃദയാഘാതം മൂലം അപ്രതീക്ഷിതമായി അന്തരിച്ചു. പാർട്ടി വിഭജനവും തുടർന്നുള്ള സംഭവങ്ങളും മൂലമുള്ള കടുത്ത മാനസിക സമ്മർദ്ദമാണ് ജോർജ് സാറിന്റെ മരണത്തിന് കാരണമായത് എന്ന് പരക്കെ ആക്ഷേപമുയർന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കിടെ കെ എം മാണി വിഭാഗവും ഔദ്യോഗിക വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. കെ എം ജോർജിന്റെ മൃതദേഹത്തിൽ മാണി സമർപ്പിച്ച പുഷ്പചക്രം ആർ ബാലകൃഷ്ണപിള്ള വലിച്ചെറിഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചു. ശവസംസ്കാരത്തിന് ശേഷം മൂവാറ്റുപുഴയിൽ നടന്ന അനുശോചന യോഗത്തിൽ ജോർജ് സാറിന്റെ കൊലയാളി ഈ യോഗത്തിൽ തന്നെ ഉണ്ട് എന്ന് ആർ ബാലകൃഷ്ണപിള്ള പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. കെ എം ജോർജിന്റെ മരണം കേരള കോൺഗ്രസിൽ ഒരു യുഗത്തിന്റെ പര്യവസാനമായിരുന്നു. പാർട്ടിക്കുള്ളിൽ പരസ്പരം പോരടിച്ചു നിന്നിരുന്ന ഇരു ഗ്രൂപ്പുകളെയും വലിയ പൊട്ടിത്തെറികൾ കൂടാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കെ എം ജോർജിന് സാധിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിൻഗാമികൾക്ക് ആർക്കും തന്നെ അതിന് സാധിച്ചിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള നിസാം സെയ്ദ് പറയുന്നു. കെ എം ജോർജിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം കേരള കോൺഗ്രസിനുള്ളിലെ ശാക്തിക സമവാക്യങ്ങളെ അട്ടിമറിക്കുന്നു. രാഷ്ട്രീയമായ അംഗീകാരം കെ എം മാണിയുടെ ഭാഗത്തേക്ക് മാറുന്നു. ജോർജ് വിഭാഗം ആർ ബാലകൃഷ്ണപിള്ളയെ ചെയർമാനായി തിരഞ്ഞെടുത്തുവെങ്കിലും ആ വിഭാഗത്തിലെ പ്രമുഖരായിരുന്ന ഇ ജോൺ ജേക്കബ്, ടി എസ് ജോൺ, കെ ജെ ചാക്കോ തുടങ്ങിയവർ ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ എതിർചേരിയിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ഈ വിഷമഘട്ടത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുന്നു. ഇ ജോൺ ജേക്കബ് ചെയർമാൻ, കെ എം മാണി, കെ നാരായണക്കുറുപ്പ് എന്നിവർ മന്ത്രിമാർ, ടി എസ് ജോൺ സ്പീക്കർ എന്നതായിരുന്നു ആ ഫോർമുല. എന്നാൽ ആർ ബാലകൃഷ്ണപിള്ള വിഭാഗം ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവർ മുന്നണി വിട്ട് പ്രതിപക്ഷത്തേക്ക് നീങ്ങുന്നു. കെ എം മാണിയും ഇ ജോൺ ജേക്കബും നയിച്ച വിഭാഗം ഭരണമുന്നണിയിൽ തന്നെ തുടരുകയും ചെയ്തു. അവർക്ക് അന്ന് ഔദ്യോഗിക പാർട്ടി ചിഹ്നവും പതാകയും ലഭിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് 1977 തെരഞ്ഞെടുപ്പ് വരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 2 കേരള കോൺഗ്രസ് വിഭാഗങ്ങളും നേർക്കുനേർ മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഔദ്യോഗിക കേരള കോൺഗ്രസ് വിഭാഗത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ധാരണ പ്രകാരം കിട്ടേണ്ടിയിരുന്നത് 25 നിയമസഭാ സീറ്റുകളും 3 പാർലമെന്റ് സീറ്റുകളുമായിരുന്നു. എന്നാൽ പിളർപ്പുണ്ടായ സാഹചര്യത്തിൽ 22 നിയമസഭാ സീറ്റുകളും 2 പാർലമെന്റ് സീറ്റുകളും മാത്രമേ നൽകാനാവൂ എന്നായി കോൺഗ്രസ്. അതേസമയം പ്രതിപക്ഷ മുന്നണിയുമായി ചേർന്ന പിള്ള വിഭാഗത്തിന് 16 നിയമസഭാ സീറ്റുകളും 3 ലോക്സഭാ സീറ്റുകളും കിട്ടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഔദ്യോഗിക കേരള കോൺഗ്രസ് വിഭാഗത്തിന് ഏറെക്കുറെ അനുകൂലമായിരുന്നു. അവർ മത്സരിച്ച 22 നിയമസഭാ സീറ്റുകളിൽ 20ലും വിജയിച്ചു. 2 ലോക്സഭാ സീറ്റുകളും നേടി. എന്നാൽ പ്രതിപക്ഷ മുന്നണിയിൽ നിന്നുള്ള പിള്ള വിഭാഗം 2 നിയമസഭാ സീറ്റുകൾ മാത്രമാണ് അന്ന് നേടുന്നത്. ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ നിന്നും പി കെ ടോപ്പ് ചാലക്കുടിയിൽ നിന്നും നിയമസഭയിലെത്തുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് ഫ്രണ്ട് 140ൽ 111 സീറ്റുകളും നേടി വൻ വിജയം നേടി. കെ കരുണാകരനെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസിൽ നിന്ന് കെ എം മാണി, ഇ ജോൺ ജേക്കബ്, കെ നാരായണക്കുറുപ്പ് എന്നിവർ മന്ത്രിമാരായി. പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് അധികാരം വീതം വയ്ക്കുന്ന അവസരങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പാലിക്കപ്പെട്ട സാമുദായിക സമവാക്യങ്ങളുടെ ആണിക്കല്ലായതും ഈ തെരഞ്ഞെടുപ്പ് തന്നെ. ആദ്യ മന്ത്രിസ്ഥാനം ഒരു കത്തോലിക്കന്, രണ്ടാമത്തേത് ആ കത്തോലിക്ക ക്രൈസ്തവന്, മൂന്നാമത്തേത് ലഭ്യമെങ്കിൽ ഒരു നായർക്ക് എന്നതായിരുന്നു ആ സമവാക്യം. ഇ ജോൺ ജേക്കബ് ചെയർമാനായതിനു ശേഷം കെ വി കുര്യൻ താൽക്കാലിക ചെയർമാനായി ചുരുങ്ങിയ കാലം സേവനമനുഷ്ഠിച്ചു.
കുര്യൻ ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തിന് PJ ജോസഫും VT സെബാസ്റ്റ്യനും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചു. ഒടുവിൽ തർക്കം തീർക്കാൻ ചെയർമാനെ ടോസിട്ട് തീരുമാനിക്കാം എന്നായി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാനെ ടോസിട്ട് തീരുമാനിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. ടോസിൽ ഭാഗ്യം VT സെബാസ്റ്റ്യനെ പിന്തുണച്ചു. അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാനായി. അങ്ങനെ ഇരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. KM മാണിയുടെ പാലായിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ ജോസഫ് തോമസ് IPS 1977 മാർച്ചിൽ പാലാ ബിഷപ്പിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ KM മാണിയുടെ വിജയം ഉറപ്പാക്കാൻ സംസാരിച്ചു എന്ന ആക്ഷേപവുമായിട്ട് കോടതിയെ സമീപിച്ചത് അന്ന് PJ ആന്റണി എന്നൊരു വ്യക്തിയാണ്. കേസിൽ വാദം കേട്ട ജസ്റ്റിസ് നമ്പൂതിരിപ്പാട് വാദം അംഗീകരിച്ച് മാണിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ഹർജിക്കാരന് 1500 രൂപ കോടതി ചെലവ് നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ വിധി വന്നതോടെ KM മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. മന്ത്രിസ്ഥാനം നഷ്ടമായ KM മാണി VT സെബാസ്റ്റ്യനെ രാജിവെപ്പിച്ച് പാർട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നു. മന്ത്രിസ്ഥാനത്തേക്കുള്ള KM മാണിയുടെ പിൻഗാമിക്ക് വേണ്ടി നടത്തിയ തിരച്ചിൽ പാർട്ടിയെ അടുത്ത അധികാര വടംവലിയിലേക്കാണ് തള്ളിവിടുന്നത്. പാർട്ടിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നായിരുന്ന സീനിയർ നേതാവ് KV കുര്യൻ, പാർട്ടിയിലെ യുവജന വിഭാഗത്തിന്റെ കണ്ണിലുണ്ണിയായ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന PJ ജോസഫ്, പിന്നെ VT സെബാസ്റ്റ്യൻ എന്നിങ്ങനെ 3 പേരാണ് KM മാണി രാജിവെച്ചിറങ്ങിയ മന്ത്രിസ്ഥാനത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചത്. ഒടുവിൽ കാര്യങ്ങൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങി. 48 അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ആദ്യ റൗണ്ടിൽ തന്നെ KV കുര്യൻ പുറത്തായി. രണ്ടാം റൗണ്ടിൽ നടന്ന മത്സരത്തിൽ മാണിയെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് PJ ജോസഫ് ജയിച്ചു കയറുന്നു. അങ്ങനെ ജോസഫ് ആഭ്യന്തരമന്ത്രിയാകുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ജോസഫ് വലിയ പൊതു പിന്തുണ തന്നെ അന്ന് നേടുന്നുണ്ട്. സൗമ്യമായ പെരുമാറ്റവും വിനയവും കൊണ്ട് പാർട്ടിക്കുള്ളിൽ സ്വന്തമായി ഒരു അനുയായി വൃന്ദം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ഇക്കാലത്ത് PJ ജോസഫിനായി. ഈ കാലയളവിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ തീരുമാനം റദ്ദാക്കി KM മാണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം സാധുതയുള്ളതാണെന്ന് അംഗീകരിക്കുന്നു. PJ ജോസഫ് യാതൊരു മടിയും കൂടാതെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. KM മാണി വീണ്ടും മന്ത്രിയാകുന്നു. വീണ്ടും മന്ത്രിസ്ഥാനത്തെത്തിയപ്പോൾ KM മാണി ഒഴിഞ്ഞ ചെയർമാൻ സ്ഥാനത്തേക്ക് താൻ പരിഗണിക്കപ്പെടുമെന്ന് PJ ജോസഫ് ന്യായമായും പ്രതീക്ഷിച്ചു. എന്നാൽ KM മാണി പിന്തുണച്ചത് VT സെബാസ്റ്റ്യനെ ആയിരുന്നു. സെബാസ്റ്റ്യൻ വൻ ഭൂരിപക്ഷത്തിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കേരള കോൺഗ്രസിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിക്കാനാണ് ആ തെരഞ്ഞെടുപ്പ് കാരണമായത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വേണ്ടി വന്നു. അമേരിക്കയിൽ വെച്ച് നടന്ന ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് ജോൺ ജേക്കബ് മരണപ്പെട്ടപ്പോൾ ഒഴിവന്ന മന്ത്രിസ്ഥാനത്തേക്കാണ് ആ മത്സരം നടന്നത്. ആ കത്തോലിക്ക ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള 4 സ്ഥാനാർത്ഥികൾ ഈ സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ചു. TS ജോൺ, TM ജേക്കബ്, ഈപ്പൻ വർഗീസ്, പത്തനംതിട്ടയിൽ നിന്നുള്ള ഡോക്ടർ ജോർജ് മാത്യു. ചെറുപ്പത്തിന്റെയും പരിചയക്കുറവിന്റെയും പേര് പറഞ്ഞ് TM ജേക്കബിന്റെ ആഗ്രഹങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞു. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്ക് പകരമായി KM മാണി മുമ്പ് TS ജോണിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഈ മത്സരത്തിൽ മാണി പിന്തുണ കൊടുത്തത് ഡോക്ടർ ജോർജ് മാത്യുവിനായിരുന്നു. TS ജോൺ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്നു. ഈപ്പൻ വർഗീസിനെ പരാജയപ്പെടുത്തി ഡോക്ടർ ജോർജ് മാത്യു മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ ഫലം TS ജോണിന്റെ അനുയായികളെ അക്രമാസക്തരാക്കി. അവർ പാർട്ടി ഓഫീസിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. TS ജോൺ പാർട്ടി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇതേ സമയത്ത് PJ ജോസഫിന്റെ നേതൃത്വത്തിൽ 8 MLA-മാർ നാട്ടകം സിമന്റ് ഫാക്ടറി ഗസ്റ്റ് ഹൗസിൽ ഒരു യോഗം ചേരുന്നു. ഡോക്ടർ ജോർജ് മാത്യുവിന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്ന് അവർ നേതൃത്വത്തോട് രേഖാമൂലം ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി AK ആന്റണിയെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ഡോക്ടർ ജോർജ് മാത്യുവിനെ നിയമിക്കണമെന്ന് ഔദ്യോഗിക പക്ഷവും ഔപചാരികമായി ആവശ്യപ്പെട്ടു. എന്നാൽ പാർട്ടിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതിന് നിർവാഹമില്ല എന്നായിരുന്നു മുന്നണി തീരുമാനം. അനിവാര്യമായ വിഭജനം തടയാൻ വേണ്ടി ഔദ്യോഗിക വിഭാഗം ഒടുവിൽ ഡോക്ടർ ജോർജ് മാത്യുവിന്റെ നാമനിർദ്ദേശം പിൻവലിക്കാനും TS ജോണിനെ മന്ത്രിയായി നിയമിക്കാനും സമ്മതിച്ചു. അതോടെ കാര്യങ്ങൾ താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങി. ജോൺ ജേക്കബിന്റെ മരണത്തെ തുടർന്ന് തിരുവല്ലയിൽ ഉപതെരഞ്ഞെടുപ്പിന് വട്ടമെത്തിയപ്പോൾ ഔദ്യോഗിക വിഭാഗം മുൻപ് പിള്ള വിഭാഗത്തിൽ നിന്ന് ജോൺ ജേക്കബിനെതിരെ മത്സരിച്ച ജോൺ ജേക്കബ് വെള്ളക്കാളിയെ നാമനിർദ്ദേശം ചെയ്തു. പ്രതികാരമായി പിള്ള വിഭാഗം കേരള കോൺഗ്രസിൽ നിന്ന് PC തോമസിനെ നാമനിർദ്ദേശം ചെയ്തു. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ഒരു വാക്തർക്കത്തിനൊടുവിൽ ഡോക്ടർ ജോർജ് മാത്യു മന്ത്രി TS ജോണിനെ നിഷ്കരണം മർദ്ദിക്കുന്നു. ഇതിന്റെ പേരിൽ ഡോക്ടർ ജോർജ് മാത്യുവിനെതിരെ നടപടിയെടുക്കണമെന്ന് PJ ജോസഫും കൂട്ടരും ഔദ്യോഗികമായി KM മാണിയോടും VT സെബാസ്റ്റ്യനോടും ആവശ്യപ്പെട്ടുവെങ്കിലും അതുണ്ടായില്ല. തിരുവല്ല ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഒടുവിൽ ഭേഷായി തന്നെ തോറ്റുപോകുന്നു. പാർട്ടിയിൽ വിഭാഗീയത മൂത്തു എന്ന ആ ദിവസങ്ങളിലാണ് ചരൽക്കുന്നിൽ വെച്ച് KC-യുടെ സംസ്ഥാന ക്യാമ്പ് നടക്കുന്നത്. അന്നവിടെ കൂട്ടത്തല്ലും കത്തിക്കുത്തും വരെ നടന്നു. പലരും ആശുപത്രിയിലായി. KM മാണിയും PJ ജോസഫും തമ്മിലുള്ള സംഘർഷം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കുന്നു. പാർട്ടിയിൽ പിളർപ്പ് ആസന്നമാകുന്നു. 1978 ജൂലൈ 25 അത് ഔപചാരികവും ഔദ്യോഗികവുമാവുന്നു.
മാണി വിഭാഗം തിരുവനന്തപുരത്ത് യോഗം ചേർന്നപ്പോൾ ജോസഫ് വിഭാഗം കോട്ടയത്ത് യോഗം ചേർന്നു. രണ്ടു വിഭാഗങ്ങളും പരസ്പരം പുറത്താക്കി. തങ്ങൾ ഔദ്യോഗിക വിഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു. ഒരു തരത്തിൽ 78-ലെ പിളർപ്പ് 76-ലെ പിളർപ്പിന്റെ തനിയാവർത്തനമായിരുന്നു എന്ന് തന്നെ പറയാം. അന്ന് കെ എം ജോർജിനെതിരെ കെ എം മാണി പ്രയോഗിച്ച അതേ അടവുകളാണ് കെ എം മാണിക്കെതിരെ പി ജെ ജോസഫ് പ്രയോഗിച്ചത്. എന്നാൽ പ്രതിസന്ധികളെ നേരിടുന്ന കാര്യത്തിലും എതിരാളികളുടെ കരുനീക്കങ്ങൾ പ്രതിരോധിക്കുന്ന കാര്യത്തിലും കെ എം ജോർജിനേക്കാൾ ചങ്കുറപ്പ് കെ എം മാണിക്കുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 77-ലെ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന കനത്ത പരാജയം പിള്ള വിഭാഗത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത ഒന്നാണ്. അതിന് അന്നവർ കണ്ട പരിഹാരം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ജനതാ പാർട്ടിയുമായിട്ട് ലയിക്കുക എന്നതായിരുന്നു. കോട്ടയം എം പി വർക്കി ജോർജിന്റെ നേതൃത്വത്തിൽ അന്ന് അതിനുവേണ്ട ചരടുവലികൾ നടന്നു. ആർ ബാലകൃഷ്ണപിള്ള ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി. എന്നാൽ കേരള കോൺഗ്രസ് വികാരങ്ങളുള്ള വ്യക്തികൾക്ക് ജനതാ പാർട്ടി അനുയോജ്യമല്ല എന്ന് താമസിയാതെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതിനിടെ ജനതാ പാർട്ടി എം പി ഒ പി ത്യാഗി മതപരിവർത്തന വിരുദ്ധ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾക്ക് ആ പാർട്ടിയിൽ തുടരാൻ കഴിയാതെ വന്നു. ഒടുവിൽ പിള്ള വിഭാഗം ജനതാ പാർട്ടി വിട്ടു. ആർ ബാലകൃഷ്ണപിള്ള തിരികെ വന്ന് കേരള കോൺഗ്രസിലെ തന്റെ വിഭാഗത്തെ പുനരുജ്ജീവിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തോടൊപ്പം ജനതാ പാർട്ടിയിൽ ചേർന്ന പലരും മടങ്ങിയെത്തിയില്ല. ഈ കാലയളവിൽ മാണി വിഭാഗം നേതാവായിരുന്ന ജോർജ് ജെ മാത്യു പിള്ള വിഭാഗത്തെയും മാണി വിഭാഗത്തെയും ഒരുമിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഈ ശ്രമങ്ങൾ വിജയത്തിന് അടുത്തെത്തിയെങ്കിലും അവസാന നിമിഷം കെ എം മാണി അതിന് വിസമ്മതം അറിയിച്ചതോടെ അത് പരാജയപ്പെട്ടു. 1978-ൽ പാർട്ടി പിളർന്നുപോയിട്ടും മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ഒരേ രാഷ്ട്രീയ മുന്നണിയിൽ, അതായത് UDF-ൽ തന്നെ തുടർന്നു പോകുന്നു. പി ജെ ജോസഫ് വിഭാഗത്തെ മന്ത്രിസഭയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കെ എം മാണി വിഭാഗം അതിന്റെ പേരിൽ മന്ത്രിസഭാ യോഗങ്ങൾ സ്ഥിരമായിട്ട് ബഹിഷ്കരിക്കാൻ തുടങ്ങി. എന്നാൽ രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങളും മന്ത്രിസഭയിലും മുന്നണിയിലും തുടരണമെന്ന് മറ്റ് ഘടകകക്ഷികൾ നിർബന്ധിച്ചു. 76-ലെ പിളർപ്പിന്റെ സമയത്ത് കെ എം മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കെ എം ജോർജ് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഇരുകൂട്ടരെയും തുടരാൻ അനുവദിച്ച കീഴ്വഴക്കം ഘടകകക്ഷികളും പി ജെ ജോസഫും കെ എം മാണി ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് വന്നതോടെ കെ എം മാണിയും കെ നാരായണക്കുറുപ്പും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഒരുമിച്ച് രാജിവെക്കാൻ വേണ്ടി കെ എം മാണി നാരായണക്കുറുപ്പിന്റെ വീട്ടിലേക്ക് പോയെങ്കിലും നാരായണക്കുറുപ്പ് അവസാന നിമിഷം അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനായി. നാരായണക്കുറുപ്പ് രാജിവെക്കില്ല എന്ന് മനസ്സിലാക്കിയ മാണി ഒറ്റയ്ക്ക് രാജിവെക്കുന്നു. താമസിയാതെ നാരായണക്കുറുപ്പ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പാർട്ടി ഐക്യത്തിനു വേണ്ടി കേരള കോൺഗ്രസ് യൂണിറ്റി സെന്റർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. NDP MLA-മാരായ വട്ടിയൂർക്കാവ് രവിയും ചാത്തന്നൂർ തങ്കപ്പൻപിള്ളയും കുറുപ്പിനോടൊപ്പം ചേർന്നു. ഇതേസമയം CPIക്ക് ഇടതുമുന്നണിയിലേക്ക് മാറാൻ സൗകര്യമൊരുക്കാൻ വേണ്ടി PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നു. രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ഈ പുതിയ മന്ത്രിസഭയെ അന്ന് പിന്തുണയ്ക്കുന്നു. കേരള കോൺഗ്രസിനെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുന്നു. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന വ്യവസ്ഥയിന്മേൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് CH മുഹമ്മദ് കോയയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഇടതുപക്ഷ മുന്നണി സംയുക്ത പാർലമെന്ററി നേതാവായി കെ എം മാണിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മാണിയെ മുഖ്യമന്ത്രിയായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നവർ ഗവർണർ ജ്യോതി വെങ്കടാചലത്തിന് ഒരു കത്ത് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഗവർണർ നിയമസഭ പിരിച്ചുവിട്ട് കഴിഞ്ഞിരുന്നു. തുടർന്നുള്ള ദിനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ലജ്ജാകരമായ വിഭാഗീയതര കഥകൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടു. പ്രൊഫസർ നാരായണക്കുറുപ്പ് മാണി വിഭാഗത്തിൽ നിന്ന് യൂണിറ്റി സെന്ററിലേക്ക്, പിന്നെ ജോസഫ് വിഭാഗത്തിലേക്ക്, ഒടുവിൽ മാണി വിഭാഗത്തിലേക്കും ഭരണമുന്നണിയിലേക്കും തിരിച്ചെത്തുന്നു. അദ്ദേഹം ഒന്നിലധികം തവണ തന്റെ വിശ്വസ്തത മാറ്റുന്നു. മറ്റൊരു അക്കാദമിക്കായിട്ടുള്ള പ്രൊഫസർ KA മാത്യു അന്ന് മാണി വിഭാഗത്തിൽ നിന്ന് ജോസഫ് വിഭാഗത്തിലേക്ക് മാറി CH മുഹമ്മദ് കോയ മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നു. അതോടെ KM മാണിയുടെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോവുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനമായിരുന്നു 1980-ലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാണിയും പിള്ളയും CPIയും CPM-ഉം ഒപ്പം ആന്റണി കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചു. 93 സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ ഈ വിജയം അല്പായുസായിരുന്നു. നേതാക്കൾക്കിടയിലുണ്ടായിരുന്ന ഐക്യം താഴെത്തട്ടിലെ അണികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. സംഘർഷങ്ങൾ തുടർക്കഥയായി. വേളിയിൽ ചേർന്ന ആന്റണി കോൺഗ്രസ് നേതൃയോഗം മുന്നണി വിടാൻ തീരുമാനിച്ചു. KM മാണിയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ അന്ന് എത്തിച്ചേരുന്നു. പിന്തുണ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നയനാർ ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കുന്നു. കോൺഗ്രസ് സംസ്കാരമുള്ളവർ ഒന്നിക്കുന്നു. K കരുണാകരൻ മുഖ്യമന്ത്രിയാവുന്നു. എന്നാൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കക്ഷിനില തുല്യമായിരുന്നതുകൊണ്ട് സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി പലപ്പോഴും സ്പീക്കർ AC ജോസിന് കാസ്റ്റിംഗ് വോട്ട് അന്ന് ചെയ്യേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും കേരള കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഭരണം അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികളുണ്ടായി. കേരള കോൺഗ്രസ് അംഗമായിരുന്ന ലോനപ്പൻ നമ്പാടൻ മറുകണ്ഠം ചാടുന്നു. കാലാവധി പൂർത്തിയാക്കാനാവാതെ കരുണാകരൻ സർക്കാർ നിലം പൊത്തുകയും ചെയ്യുന്നു. 1982-ലെ തെരഞ്ഞെടുപ്പ്
കേരളത്തിലെ മുന്നണി സംവിധാനത്തിന് പക്വതയും സ്ഥിരതയും നൽകി. കേരള കോൺഗ്രസിലെ മാണി ജോസഫ് ഗ്രൂപ്പുകൾ UDF-ലും ലോനപ്പൻ നമ്പാടൻ വിഭാഗം ഇടതുപക്ഷത്തോട് ചേർന്നും മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDF-ന് ഭൂരിപക്ഷം കിട്ടി. കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും പല കാരണങ്ങൾ കൊണ്ട് രാജിവെച്ച് ഇറങ്ങിപ്പോയി എങ്കിലും അക്കൂട്ടത്തിൽ R ബാലകൃഷ്ണപിള്ളയുടെ രാജി ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാലക്കാട്ടേക്ക് ഒരു കോച്ച് ഫാക്ടറി അനുവദിച്ചിരുന്നു. ഇന്ദിരാവധത്തെ തുടർന്ന് അധികാരത്തിലേറിയ രാജീവ് ഗാന്ധി സർക്കാർ 1985-ൽ കലാപത്തിൽ അസ്വസ്ഥരായിരുന്ന സിഖ് വിഭാഗത്തെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ആ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ കപൂർത്തലയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കി. ഇങ്ങനൊരു വാഗ്ദാന ലംഘനം ഉണ്ടായ സാഹചര്യത്തിലാണ് ബാലകൃഷ്ണപിള്ള ഏറെ പ്രകോപനപരമായിട്ടുള്ള ഈ പ്രസംഗം നടത്തുന്നത്. 1985 മെയ് 25 എറണാകുളത്തെ രാജേന്ദ്ര മൈതാനിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിനൊടുവിൽ പിള്ള പറഞ്ഞു വെച്ചത് പഞ്ചാബിലെ ജനങ്ങൾ പ്രവർത്തിച്ചതുപോലെയുള്ള അക്രമം കേരളത്തിൽ ഉണ്ടാകാതിരുന്നതാണോ കോച്ച് ഫാക്ടറി കേരളത്തിന് നഷ്ടമാകാൻ കാരണമെന്ന് പ്രക്ഷോഭകാരികൾ ആലോചിക്കണം എന്നായിരുന്നു. നമ്മൾ മലയാളികളുടെ സംസ്കാരം വെച്ച് അതിന് കഴിയില്ല എന്നാണ് പിള്ള പ്രസംഗിച്ചത് എങ്കിലും അതിലെ വ്യംഗ്യം കോച്ച് ഫാക്ടറി കൊണ്ടുപോയാൽ കേരളം പഞ്ചാബ് മോഡലിൽ പ്രതികരിക്കും എന്നായിരുന്നു എന്ന് ആക്ഷേപിച്ച് കോൺഗ്രസ് പക്ഷത്തു നിന്ന് വലിയ വിവാദങ്ങളുണ്ടായി. ഇങ്ങനെ ഒന്നുണ്ടായതോടെ ബാലകൃഷ്ണപിള്ള പ്രസംഗത്തിലൂടെ നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നും അദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്നുമുള്ള മുറവിളികൾ ഉയർന്നു. അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന G കാർത്തികേയൻ ഈ സംഗതി ഒരു പൊതു താൽപര്യ ഹർജിയുടെ രൂപത്തിൽ ഹൈക്കോടതിയിൽ എത്തിക്കുന്നു. അവിടെ ജസ്റ്റിസ് രാധാകൃഷ്ണ മേനോന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികൂല പരാമർശം ഉണ്ടായതോടെ ബാലകൃഷ്ണപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതേ മന്ത്രിസഭയിൽ താരമായതും മറ്റൊരു കേരള കോൺഗ്രസ് മന്ത്രിയായിരുന്നു. പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം കൊണ്ടുവന്ന TM ജേക്കബ് ആയിരുന്നു അത്. പിളർപ്പുകൾ ഉണ്ടാക്കിയ ദൗർബല്യത്തെ മറികടക്കാൻ ഏറെ ചർച്ചകൾക്കൊടുവിൽ 1985-ൽ മാണി, പിള്ള, ജോസഫ് ഗ്രൂപ്പുകൾ ലയിച്ച് ഒന്നാവുന്നു. എന്നാൽ അതും ഏറെ നാൾ നീണ്ടുപോയില്ല. 87-ൽ ജോസഫ് വീണ്ടും മാണിയുമായിട്ട് ഇടഞ്ഞ് പിളർന്നു മാറുന്നു. KM മാണി വീണ്ടും കേരള കോൺഗ്രസ് എമ്മിനെ സജീവമാക്കുന്നു. ബാലകൃഷ്ണപിള്ള ജോസഫിനൊപ്പവും ജേക്കബ് മാണിക്കൊപ്പവും അടിയുറച്ചു നിൽക്കുന്നു. KM മാണിയുമായി ഉണ്ടായ ഭിന്നതകളെ തുടർന്ന് 1993-ൽ അന്ന് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ജേക്കബ് മാണി ഗ്രൂപ്പ് വിട്ട് കേരള കോൺഗ്രസ് J രൂപീകരിച്ചതാണ് അടുത്ത പിളർപ്പ്. 96-ൽ കേരള കോൺഗ്രസ് Bയിലും പിളർപ്പുണ്ടായി. ജോസഫ് M പുതുശ്ശേരി വിഭാഗം OV ലൂക്കോസിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചുവെങ്കിലും പിന്നീട് അത് മാണി ഗ്രൂപ്പിൽ ലയിക്കുന്നു. 2001-ൽ സാക്ഷാൽ PT ചാക്കോയുടെ മകൻ PC തോമസ് KM മാണിയോട് തെറ്റിപ്പിരിഞ്ഞ് IFDP എന്ന പേരിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു. 2003-ൽ തുടക്കം തൊട്ടേ PJ ജോസഫിന്റെ സന്തത സഹചാരിയായിരുന്ന PC ജോർജ് ജോസഫ് ഗ്രൂപ്പിനെ പിളർത്തി കേരള കോൺഗ്രസ് സെക്കുലർ എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നു. 2005-ൽ PC തോമസിന്റെ IFDP ജോസഫ് ഗ്രൂപ്പിൽ തിരിച്ചെത്തുന്നു. 2009-ൽ PC ജോർജിന്റെ കേരള കോൺഗ്രസ് സെക്കുലർ വീണ്ടും മാണി ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നു. 2010 ഏപ്രിലിൽ PJ ജോസഫിന്റെ പാർട്ടി മാണി ഗ്രൂപ്പിൽ ലയിച്ച് UDF-ന്റെ ഭാഗമാകുന്നു. അന്ന് LDF-ൽ മന്ത്രിയായിരുന്ന PJ ജോസഫ് തന്റെ മന്ത്രിസ്ഥാനം ത്യജിച്ചുകൊണ്ടാണ് ഈ ഒരു ലയനത്തിന് തയ്യാറായത്. 2016-ൽ KM ജോർജിന്റെ മകനായ ഫ്രാൻസിസ് ജോർജ് മാണി ഗ്രൂപ്പ് വിട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ചതാണ് അടുത്ത പിളർപ്പ്. ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി വേറിട്ടുപോയ ഫ്രാൻസിസ് ജോർജ് 2020-ൽ വീണ്ടും അന്ന് PJ ജോസഫ് നയിച്ചുകൊണ്ടിരുന്ന കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും ആന്റണി രാജു തിരികെ വരാതെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ നിലനിർത്തുന്നു. 2020 ഒക്ടോബറിൽ ഏറ്റവും ഒടുവിലായി മാണിയുടെ മകൻ ജോസ് കെ മാണി PJ ജോസഫുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ മൂർച്ഛിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ പിടിച്ചടക്കി. PJ ജോസഫിന്റെ പാർട്ടി ബ്രാക്കറ്റ് ഇല്ലാത്ത വെറും കേരള കോൺഗ്രസ് ആയിട്ട് മാറുകയും ചെയ്തു. ഇതാണ് ആ പാർട്ടിയുടെ 2025 വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഒടുവിലെ പിളർപ്പ്. ഇതുവരെ പറഞ്ഞു വെച്ച പ്രധാന പിളർപ്പുകൾക്ക് പുറമെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം തുടങ്ങി നിരവധി ചെറു പിളർപ്പുകൾക്കും ഈ പാർട്ടി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പ്രാദേശിക പാർട്ടികളിലൊന്നാണ് കേരള കോൺഗ്രസ്. കോൺഗ്രസിൽ നിന്ന് അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ഇറങ്ങിപ്പോയി പുതിയ പാർട്ടി സ്ഥാപിച്ച ശരത് പവാറിനെയും മമതാ ബാനർജിയെയും പോലെ സംസ്ഥാനത്തും കേന്ദ്രത്തിൽ പോലും അവഗണിക്കാനാവാത്ത സ്വാധീന ശക്തിയായി മാറാനുള്ള അവസരമാണ് കേവലം വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ ഈ പാർട്ടി നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. കേരള കോൺഗ്രസിൽ നാളിതുവരെ ഉണ്ടായ പിളർപ്പുകളെല്ലാം നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങളുടെ പുറത്താണ്. അധികാരം പങ്കിടുന്ന കാര്യത്തിലുണ്ടായ കടിപിടികളുടെ പേരിലാണ് എന്നും ഈ പാർട്ടിയിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന് മാണി സാർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഓരോ പിളർപ്പും പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുകയും പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മധ്യ കേരളത്തിലെ ക്രൈസ്തവർക്കും നായർ വിഭാഗത്തിനുമിടയിൽ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം എങ്ങനെയാണ് അതിലെ വിഭാഗീയതകളുടെ പേരിൽ ശിഥിലമായി പോയത് എന്നത് ഇനി അങ്ങോട്ടും
കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു കേസ് സ്റ്റഡിയായി തുടരുക തന്നെ ചെയ്യും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.